ഹേ ഓൾ, സോ നമ്മൾ നോക്കാൻ പോകുന്ന ഹിസ്റ്റോറിക്കൽ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പ്രൊഫഷൻ ഓഫ് ഫാർമസി. അതായത് ഫാർമസി പ്രൊഫഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്താണ് ഫാർമസി പ്രൊഫഷൻ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരുപാട് ഇങ്ങനെ എസ്സേ പോലെ വാരി വലിച്ച് എഴുതിയിട്ടുണ്ട്. അധികം ഒന്നും പഠിക്കാനൊന്നുമില്ല, പക്ഷെ പഠിക്കാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഉണ്ട്. സോ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം ലൈക്ക് GPAT അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ നിങ്ങൾ ഹയർ ആയിട്ടുള്ള PSC എക്സാംസ്, ഡ്രഗ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് ഈ ചാപ്റ്ററിന് ഒരുപാട് റിലവൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ അല്ലാതെ പഠിക്കുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കുമ്പോൾ അത്ര വലിയ റിലവൻസോ കാര്യങ്ങളോ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് സ്റ്റിൽ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കും. ടോട്ടൽ 10 hours ആണ് ഇതിന്റെ ഫുൾ കരിക്കുലം പറയുന്നത്. പക്ഷെ നമുക്ക് 10 hours വേണ്ട, നമുക്കൊരു മാക്സിമം ഒരു 2 hours കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇവിടെ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഹിസ്റ്ററി ആൻഡ് ബാക്ക്ഗ്രൗണ്ടും ഡെവലപ്മെന്റും കാര്യങ്ങളും തന്നെയാണ്. അവിടെ ഫാർമസി എഡ്യൂക്കേഷൻ എന്താണ്, ഫാർമസി എന്താണ്, ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഫാർമസി കരിയർ ആക്കുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഫാർമക്കോപ്പി എന്താണ്, അവിടെ തന്നെ IP, BP, USP ആൻഡ് എക്സ്ട്രാ ഫാർമക്കോപ്പി പഠിക്കുന്നുണ്ട്. സോ ഇത് യൂണിറ്റ് 1 ഒരു പാർട്ട് 1 മാത്രമേ ആവുന്നുള്ളൂ. ഇനിയും നമുക്ക് അതിൽ പാർട്ട് 2ഉം 3ഉം ഉണ്ട് എന്നുള്ളത് ഒന്ന് ഓർമ്മിച്ച് വെക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഫാർമക്കോപ്പിയ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി വേറെ സബ്ജക്റ്റുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് ടു ഈസി ഫോർ യു. സോ അതുകൊണ്ട് നിങ്ങൾ ഫുൾ ഇങ്ങനെ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നും ഇല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഫാർമസി എന്ന് പറയാം. സോ ആക്ച്വലി നമ്മൾ എനിക്കറിയാം, നമുക്ക് ഈ ഒരു ഫാർമസി പ്രൊഫഷനിൽ വരുന്ന ആൾക്കാർ, കുറെ ആൾക്കാർ ഡോക്ടർ ആകണം, കുറെ ആൾക്കാർ നേഴ്സ് ആവണം, കുറെ ആൾക്കാർ വേറെ എഞ്ചിനീയറിംഗ് ആവണം, അങ്ങനെ പല താല്പര്യത്തോടെ വരുന്ന ആൾക്കാരായിരിക്കാം. ചില ആൾക്കാർ പാസീവ്ലി വരുന്നതാണ്. അതായത് ഫാർമസി പഠിക്കണം അല്ലെങ്കിൽ ഫാർമസിയിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ ഫാർമസി എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഫാർമസി പഠിക്കുന്നത് കൊണ്ട് എന്താണ് ബേസിക് കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ ഫാർമസിക്ക് എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അതായത് ഫാർമസി. ഓക്കെ, ഓക്കെ, നിങ്ങൾ എല്ലാവരും ഫാർമസി അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നോർമലി എഴുതാറുണ്ട് അല്ലെ. സോ ഫാർമസി എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത്. എവിടെ നിന്നാണ്? ഗ്രീക്ക് വേർഡ്. ഇതൊന്നും ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല, പക്ഷെ മനസ്സിലാക്കി വെക്കുക. ഫാർമ എന്നുള്ള വാക്കാണ് ബേസിക്കലി ഗ്രീക്ക് വേർഡിൽ നിന്ന് തന്നെ ഇവല്യൂഷൻ ചെയ്തത്. അത് 15th to 17th സെഞ്ചുറിയിലാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഫാർമക്കോൺ അല്ലെങ്കിൽ ഫാർമക്കോൺ എന്ന് പറയുന്നത് ഡ്രഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് കുറെ ഡെഫിനിഷൻ പഠിക്കാനുണ്ട്. ഫാർമസി ഒരു പ്രൊഫഷൻ ആവുന്നത് അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമുക്കറിയാമല്ലോ, ഡ്രഗ് കൊടുക്കുക അല്ലെങ്കിൽ ഡ്രഗ് ഡിസ്പെൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഒരു ഫാർമസിസ്റ്റ് ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിൽ കോമ്പൗണ്ടിങ് വെച്ചാൽ മരുന്ന് ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് ബൾക്ക് പൗഡേഴ്സ് ഒക്കെ ആയിട്ട് കിട്ടും. ഈ ബൾക്ക് പൗഡേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് മിക്സ്ചേഴ്സ് കൊടുക്കേണ്ടി വരും. ഇപ്പൊ അയോഡിന്റെ മിക്സ്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഒന്ന് നേരത്തെ ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്തൊക്കെയാണ് ആ സമയത്ത് കൊടുക്കാറുള്ളത്. ഓക്കെ, ഈ പരിപാടിയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു മിക്സിംഗ് പരിപാടിയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫാർമസിസ്റ്റിന് ഒരുപാട് പങ്കുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമുക്ക് ഓൾറെഡി എന്തുണ്ട്, പ്രീഫിൽഡ് സിറിഞ്ചസ് ഉണ്ട് അല്ലെ, പ്രീഫിൽഡ് സിറിഞ്ചസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ, ടാബ്ലറ്റ്സുകൾ, ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പണ്ട് ഫാർമസിയിലാണ് കോമ്പൗണ്ടിങ്ങും നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം ഈ കോമ്പൗണ്ടിങ്ങും മാനുഫാക്ചറിങ്ങും എല്ലാം കൂടെ കൂട്ടിയിട്ട് എവിടെ നടക്കുന്നുണ്ട്, ഇൻഡസ്ട്രികളിൽ നടക്കുന്നുണ്ട്. എവിടെ നടക്കുന്നുണ്ട്? ഇൻഡസ്ട്രി നടക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻ ദ ഫാർമസി വി നീഡ് ടു ഡിസ്പെൻസ് ദ ഡ്രഗ്സ് അക്കോർഡിംഗ് ടു ദ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിന്റെ ഓർഡർ അനുസരിച്ച്. ഇല്ലാന്നുണ്ടെങ്കിൽ ഓവർ ദ കൗണ്ടർ, അതിപ്പോ എക്സാമ്പിൾ പാരസ്റ്റമോൾ, വേദനയ്ക്കുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ചുമയ്ക്ക് കൊടുക്കുന്ന ലൊസഞ്ചേഴ്സ് ഇല്ലേ, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമുക്ക് കൊടുക്കുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതൊക്കെ OTC ആണ്. നമുക്ക് പ്രിസ്ക്രിപ്ഷൻ വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഒരിക്കലും നോട്ട് എഴുതി പഠിപ്പിക്കില്ല. കാര്യം ഇതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോവേണ്ടതാണ്. ഓക്കെ, സോ ഇത് ഞാൻ ഓൾറെഡി ഗ്രീക്ക് വേർഡ് ആണ്, ഫാർമയാണ്, 15th to 17th സെഞ്ചുറി ആണ്, ഫാർമക്കോൺ, ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, സോ കുറച്ച് ഡെഫിനിഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ അതിനകത്ത് എന്താ ഡെഫിനിഷൻ? ഫാർമസി ഈസ് ദ പ്രൊഫഷൻ കൺസേൺ വിത്ത് ഐഡന്റിഫിക്കേഷൻ, സെലക്ഷൻ, പ്രിപ്പറേഷൻ, പ്രിസർവേഷൻ, സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് സ്യൂട്ടബിൾ ഡ്രഗ് സബ്സ്റ്റൻസ് ഫ്രം ദ നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് കോഴ്സ്.
ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ഡ്രഗ് എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ സോഴ്സും ഉണ്ട്, synthetic source ഉണ്ട്. We do have natural and synthetic source. Okay. These formulations are meant for administration in diagnosis, prevention, treatment of disease. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ വെറുതെ ഒരു ചായക്കടയിൽ നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ പെട്ടിക്കടയിൽ നിൽക്കുന്നത് പോലെ മഞ്ഞ ഗുളിക എടുക്കുക, പച്ച ഗുളിക എടുക്കുക എന്നുള്ളതല്ല. നിങ്ങൾ കൊടുക്കുന്ന മരുന്നുകൾക്ക് ചിലപ്പോൾ ഡയഗ്നോസിസ് ആവശ്യമായിട്ട് ഉപയോഗിക്കാറുണ്ട്, പ്രിവെൻഷൻ. ഇപ്പോൾ ഡയഗ്നോസിനാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഒരുപാട് ഡൈസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഡയഗ്നോസിന് വേണ്ടി CT, MRI സ്കാനൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡൈസ് ഉപയോഗിക്കാറുണ്ട്, കോൺട്രാസ്റ്റ് പോലെ ഡൈസുകൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. സോ പ്രിവെൻഷൻ ആണെങ്കിൽ അസുഖം വരാതിരിക്കാനാണ്. അസുഖം വരാതിരിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് വാക്സിൻസ് ഒക്കെ നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ഡ്രഗ്സുകൾ തന്നെയാണ്, നിങ്ങൾ കൊടുക്കുന്ന മരുന്നുകൾ തന്നെയാണ്. അപ്പം ഇതെല്ലാം എന്താണ് ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. സോ ഇറ്റ് ലിങ്ക് ഹെൽത്ത് സയൻസ് വിത്ത് കെമിക്കൽ സയൻസ് ടു എൻഷുർ ദ സേഫ് ആൻഡ് എഫക്റ്റീവ്നെസ് യൂസ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ്. സോ ബേസിക്കലി നമ്മൾ സേഫ്റ്റി എഫിക്കസി ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ വൺസ് അഗെയിൻ ഞാൻ പറയുവാണ്, ഇത് വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ സംഭവം, ഇറ്റ്സ് യുവർ ബിഗ് ബ്രോ. സോ നമുക്കത് പയ്യെ ക്രാക്ക് ചെയ്ത് ഓരോ കാര്യങ്ങളായിട്ട് പഠിക്കാം. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. സോ നമുക്ക് ആദ്യം അറിയേണ്ടത് റോൾ ഓഫ് ഫാർമസിസ്റ്റ് എന്താണ്. അപ്പം നിങ്ങൾ ആലോചിക്കും, റോൾ ഓഫ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മരുന്നെടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ നോക്കുക, അതിന്റെ ഓർഡർ വായിക്കുക എന്നുള്ളതായിരിക്കും നിങ്ങൾ വിചാരിക്കുക. ബട്ട് സ്റ്റിൽ അങ്ങനെയല്ല. ഹിസ്റ്റോറിക്കലി അല്ലെങ്കിൽ നമ്മൾ പണ്ട് കാലം മുതലേ പറയുവാണെങ്കിൽ അപ്പോത്തിക്കറി റെഫേഴ്സ് ടു മെഡിക്കൽ പ്രൊഫഷണൽ ഹൂ ഫോർമുലേറ്റ് ആൻഡ് ഡിസ്പെൻഡ് മെഡിസിൻ ഫോർ പേഷ്യന്റ് ആൻഡ് ഫിസീഷ്യൻ. സോ നമ്മൾ ഫിസീഷ്യന്റെ ഓർഡർ അനുസരിച്ചിട്ട് ഒന്നെങ്കിൽ പേഷ്യന്റിനോ അല്ലെങ്കിൽ ഫിസീഷ്യൻ ആവശ്യമായ രീതിയിൽ ഈ ഡ്രഗുകൾ ഫോർമുലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് ആര്? ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് പറയാം. എന്നാൽ ഇപ്പം ഫാർമസിസ്റ്റിന് ഈ മരുന്ന് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ള മാത്രമല്ല, ഒരു ലൈസൻസ്ഡ് ഫാർമസിസ്റ്റ്. നമ്മൾ വെറുതെ നിങ്ങളൊരു ഡിഗ്രി കഴിഞ്ഞു, വെറുതെ ഒരു ഡിപ്ലോമ കഴിഞ്ഞു, വെറുതെ ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞു എന്നുള്ളതല്ല. നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. എന്നാൽ മാത്രമേ എന്താവുള്ളൂ? നിങ്ങളൊരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആവുള്ളൂ, അല്ലേ? അപ്പം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മരുന്ന് പ്രിപ്പയർ ചെയ്യണം, ഡിസ്പെൻസ് ചെയ്യണം, പേഷ്യന്റിനെ കൗൺസിൽ ചെയ്യണം, അവരെ മോണിറ്റർ ചെയ്യണം. ഒരു ഫാർമസിസ്റ്റ് ഒരാൾക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരുടെ ഡ്യൂട്ടി കഴിയുന്നില്ല. അത് അവർ കഴിക്കുന്നു, അവരത് വീണ്ടും റീഫില്ല് ചെയ്യാമെങ്കിൽ റീഫില്ല് ചെയ്യാൻ വരുന്നു. അവർക്ക് എന്തെങ്കിലും ADR അഡ്വേഴ്സ് ഡ്രഗ് എഫക്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ എഫക്റ്റ് വരും, ആ എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഇനി എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുകൾ മരുന്നുമായി വരുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കണം, അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആരെ കണക്ട് ചെയ്യുന്നത്? ഇൻ കേസ് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ചെയ്യും, ഇല്ല ഡോക്ടേഴ്സിലേക്കാണ് നമ്മൾ എത്തിക്കേണ്ടെങ്കിൽ നമ്മൾ അവരെ എത്തിക്കും, അല്ലേ? സോ ഹിസ്റ്ററി ഓഫ് ഫാർമസി പ്രൊഫഷൻ, നമ്മൾ ഹിസ്റ്ററിയിൽ നമുക്ക് അങ്ങനെ അധികം ഒന്നും ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. സോ ഇവല്യൂഷൻ ഓഫ് ഫാർമസി എന്ന് പറയുന്ന 5 ഹിസ്റ്റോറിക്കൽ പീരീഡ്സ് അല്ലെങ്കിൽ 5 ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ആയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഹിസ്റ്ററി ഓഫ് ഫാർമസി 5 ഹിസ്റ്റോറിക്കൽ പീരീഡ്. ഫസ്റ്റ് വൺ ഈസ് ആൻഷ്യന്റ് എറ. അവിടെ AD 1600 സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എംപിരിക്കൽ എറ 1600 മുതൽ 1940 വരെ. ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എറ 1940 മുതൽ 1970. ആൻഡ് പേഷ്യന്റ് കെയർ എറ 1970 മുതൽ പ്രസന്റ്. ഇപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? പേഷ്യന്റ് സെൻട്രിക് ആണ്. എന്താണ്? പേഷ്യന്റ് സെൻട്രിക് ആണ്. എന്താണ് പേഷ്യന്റ് സെൻട്രിക്? പേഷ്യന്റ് ആണ് നമ്മുടെ മേജർ ഫോക്കസ്. പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല. പണ്ട് കാലങ്ങളിൽ നമ്മൾ അസുഖം ട്രീറ്റ് ചെയ്യുക, ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് അങ്ങനെയല്ല. പേഷ്യന്റിന് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ പേഷ്യന്റിന് കസ്റ്റമൈസ് ചെയ്യാനാണെങ്കിൽ കസ്റ്റമൈസ് ചെയ്യുക, അല്ലെങ്കിൽ പേഷ്യന്റ് എന്താണോ ആവശ്യം അത് മാത്രം ചെയ്യാം. പണ്ട് കാലങ്ങളിൽ നമുക്ക് പ്രീ ഫോർമുലേഷൻസ്, ഇപ്പം നമ്മൾ ഡ്രഗ് കോമ്പൗണ്ട് ചെയ്യുന്നു, നമുക്കറിയാം ഡ്രഗ് കോമ്പൗണ്ടിന് എങ്ങനെയാണ് നമുക്കറിയാം. ഇപ്പം എക്സാമ്പിൾ നമുക്ക് മെഡിക്കൽ RMBന്റെ ഒരു നോട്ട് വരുവാണ്, 350 mg പാരസെറ്റമോൾ ഇൻ 2 ml എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ 2 ml 350 ഗ്രാം പാരസെറ്റമോൾ വരുന്ന രീതിയിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് സിറപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യുക, അല്ലെ? ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എങ്ങനെയാ വരുന്നത്? നമുക്ക് ഓൾറെഡി പ്രീഫിൽഡും അല്ലെങ്കിൽ റെഡിമെയ്ഡും ആണ്, അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാം?
ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ചില പേഷ്യൻറ്റിന് അവരുടെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരുപാട് രീതിയിൽ ഡിഫറൻസ് വേണ്ടി വരും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ പേഷ്യൻറ്റ് സെൻട്രിക് ആയേ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ അഡ്വാൻസ് ഫാർമസ്യൂട്ടിക്കൽ, ബയോടെക്നോളജി, ജനറ്റിക് എഞ്ചിനീയറിംഗ് എറയൊക്കെ ഇപ്പം നടക്കുന്ന സമയമാണ്. സോ ഇറ്റ്സ് ടു ഈസി ടു റൈറ്റ് കേട്ടോ. ഇനി എന്താണ് ആൻഷ്യൻ എറ? പണ്ട് കാലങ്ങളിൽ ഇപ്പൊ നമുക്കറിയാം, ഈ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ ഇല വെക്കുക, അല്ലെങ്കിൽ ചെളി പുരട്ടുക, ചൂടുവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളമൊക്കെ വെക്കുന്ന പരിപാടിയാണ് പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്യുന്നത്. നമുക്ക് എന്താണോ ചുറ്റുപാട് ഉണ്ടാവുക അതാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ ചെയ്യുക. ഇപ്പൊ അങ്ങനെയാണോ? അല്ല. ഇപ്പൊ ചൈനീസ് 2000 BC ചൈനീസിനെ പറയുവാണെങ്കിൽ അവർക്ക് ഒരുപാട് ഹെർബൽ ഡ്രഗ് ഉണ്ട് വിത്ത് സ്പിരിച്വൽ എഫക്റ്റ്. അതായത് ഇന്ന സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ സേക്രഡ് ആയിട്ട് വെച്ചിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു സ്പിരിച്വൽ എഫക്റ്റ് ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ ഈ ഹെർബുകൾ ഉപയോഗിച്ചാൽ ഇന്ന അസുഖങ്ങൾ മാറും എന്നൊക്കെ പറയും. ഈ ചൈനീസ് ഡ്രഗ്സിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. ഈ ചൈനീസിൽ എന്താ വെച്ചാൽ അവർ ഒരുപാട് ഡ്രഗ്സുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അത് പുറത്ത് അല്ലെങ്കിൽ കൊമേഴ്സ്യലൈസ് ചെയ്യാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പുറത്ത് അത് സീക്രട്ട് ആക്കി വെച്ചിരിക്കും. എന്താ വെച്ചാൽ അത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത് മറ്റുള്ള അറിയേണ്ടത് എന്നുള്ള രീതിയിൽ. ഇപ്പം ഫസ്റ്റ് യൂസ്ഡ് ആസ് പോഡോഫൈലം, റുബാർബ്, ജിൻസെഞ്ച്, സിനമൺ, ഇതിനൊക്കെ നമുക്ക് ആക്ടിവിറ്റി ഉണ്ട്. ഈ സിനമൺ അല്ലെങ്കിൽ ഇപ്പൊ ഈവൻ ജിഞ്ചറില്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഇഞ്ചി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാർഡമം ആയിക്കോട്ടെ, ഇതിനൊക്കെ നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട് കേട്ടോ, ഒരുപാട് മെഡിസിൻ യൂസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കും. ഫാർമക്കോഗ്നോസി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ, ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഫാർമക്കോഗ്നോസി. അതിനകത്ത് നമ്മൾ പഠിക്കും കേട്ടോ. അതിനകത്ത് നമ്മൾ ഒരുപാട് നാച്ചുറൽ സോഴ്സ് ഓഫ് ഡ്രഗ്സ്, നാച്ചുറൽ സോഴ്സിൽ മറൈൻ സോഴ്സ്, പ്ലാന്റ് സോഴ്സ്, പിന്നെ എന്താണ് അല്ലാതെ സോഴ്സുകളൊക്കെ നമ്മൾ കുറേ പഠിക്കും. അപ്പോൾ അവിടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഇന്ത്യയിൽ 800 BC ആണ്. ആർട്ട് ഓഫ് ഹീലിംഗ് ഈസ് എ ഓൾഡ് അസ് ഹിന്ദുയിസം ഇറ്റ്സെൽഫ്. സോ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹിന്ദുയിസം കൂടിയ ഒരു രാജ്യമാണ് അല്ലേ. അപ്പോൾ അവിടെ തന്നെ ആയുർവേദ അല്ലെങ്കിൽ യുനാനി, അങ്ങനെ വേദങ്ങൾക്കൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. യുനാനിയൊക്കെ പിന്നെ വന്നതാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒറിജിൻ ആയുർവേദയാണ്. ഇപ്പോൾ എക്സാമ്പിൾ തന്നെ പറയുവാണെങ്കിൽ ഇപ്പോഴും ആൾക്കാർ ആയുർവേദ, ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ആയിട്ടുള്ള സിദ്ധ, യുനാനി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടുതൽ ഇതിലേക്ക് പോകുന്ന ഹോമിയോപ്പതി പോലെ അധികം സൈഡ് എഫക്റ്റ് ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഹോമിയോപ്പതി പിന്നെയും കുഴപ്പമില്ല, മാറ്റി വെക്കുമെങ്കിലും ഈ സിദ്ധ, യുനാനി, നാച്ചുറോപ്പതി പോലുള്ള ഇതിലേക്ക് നമ്മൾ പോകാറുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇന്ത്യൻ ഒറിജിനാണ് ആയുർവേദ. അപ്പൊ നമുക്ക് പ്യുവർലി പറയാം ഇന്ത്യൻ ഒറിജിൻ എന്താണ്, ആയുർവേദയാണ്. ചൈനീസ് ആണെങ്കിൽ ചൈനീസ് മെഡിസിൻ എന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ എഴുതി വെക്കാം, പ്രശ്നമൊന്നുമില്ല. ആയുർവേദ ഇസ് ക്ലാസിഫൈഡ് ആസ് വൺ ഓഫ് ദ ഉപവേദാസ്. സോ എ സബ്സിക്വന്റ് ഓഫ് അഥർവവേദ. സോ അഥർവവേദയുടെ സബ്സിക്വന്റ് ആണ് ഉപവേദ എന്ന് പറഞ്ഞാൽ. സോ ആയുർവേദ ക്ലാസിഫൈ ചെയ്യുന്നു, നമ്മൾ ആയുർവേദ ക്ലാസിഫൈ ചെയ്യുന്നു ഉപവേദാസ്. ആയുർവേദ ഡീൽ വിത്ത് ഡിസീസ്, ഇഞ്ചുറി, ഫെർട്ടിലിറ്റി, മെന്റൽ ഹെൽത്ത് ആൻഡ് ഓവറോൾ വെൽബീങ്. അതായത് നമ്മൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പൊ ആയുർവേദത്തിൽ നിങ്ങൾ മിക്കവാറും ഇങ്ങനെ ഒരു പടം കണ്ടിട്ടുണ്ടാവും. എനിക്കത് പടം വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഇതൊരു മനുഷ്യനാണ് കേട്ടോ, ഞാൻ ഉദ്ദേശിച്ചൊരു മനുഷ്യനാണ്. കണ്ണ് ഓക്കെ, മനുഷ്യൻ ഇങ്ങനെ ചമ്മണം മൂട്ടിയിരിക്കുക എന്ന് പറയും. ഓക്കെ, അവരുടെ ബാക്കിൽ സ്പൈനൽ കോഡിൽ ഇങ്ങനെ 5 ചക്രമൊക്കെ ഉണ്ട്. അത് മറ്റേ കഫം, പിത്തം, വാദം എന്നൊക്കെ പറയില്ല. അതേപോലെ അവരുടെ വെൽബീയിങ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഇന്ത്യയെ പറയുമ്പോൾ നമുക്ക് ആയുർവേദം മാത്രമേ പറയാവുള്ളൂ. ഒരു കാര്യത്തിലേക്ക് സിദ്ധ, യുനാനി ഒന്നും നമ്മുടെ ഡയറക്റ്റ് ഇന്ത്യൻ ഒറിജിൻ അല്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അതൊരു കൂടുതൽ ഫസ്റ്റ് ഇയർ അല്ലേ എംഫസൈസ് കൂടുതൽ അതിനെ പറ്റിയിട്ട് ഫെമിലിയർ ആവട്ടെ. എംഫസൈസ് അല്ല കേട്ടോ, ഞാൻ പറയുന്ന വാക്ക് തെറ്റിപ്പോകുന്നുണ്ട്, സോറി. അപ്പം അത് കൂടുതൽ നിങ്ങൾക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കേട്ടോ, അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ആവണ്ട. സോ ആയുർവേദ ഞാൻ പറഞ്ഞല്ലോ ആൻഷ്യൻ സയൻസ് ഓഫ് ലൈഫ് എന്നാണ് ഞാൻ പറയുക. ആയുർവേദം എന്ന് പറയുമ്പോൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ്. ആയുർവേദത്തിൽ എന്താണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്, ഇപ്പോൾ ഒരു ആയുർവേദ റിസോർട്ടിൽ പോവുകയാണെങ്കിൽ കൂടുതൽ തന്നെ അവിടെ ഹിന്ദുയിസം കൂടുതൽ കാണാറുണ്ട്. നമുക്ക് ഇപ്പം അക്സെപ്റ്റബിൾ ആണ്, നമുക്കറിയാം. അപ്പൊ യോഗ, അരോമ, മെഡിറ്റേഷൻ, പിന്നെ ജേംസ്, അമലുയൻ, ഹെർബ്, ഡയറ്റ്സ്, ആസ്ട്രോളജി, കോളേഴ്സ്, സർജറി എക്സെട്ര. സോ ബേസിക്കലി ആയുർവേദത്തിൽ സർജറി ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പം അങ്ങനെ അധികം ചെയ്യാറില്ല. ബേസിക്കലി BDS എന്നല്ലേ, അതായത് ആയുർവേദിയും സർജറിയും ആണല്ലോ പഠിക്കുന്നത്. അവർ സർജറി ചെയ്യുന്നുണ്ട്, എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല, ബട്ട് സ്റ്റിൽ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും അപ്രോച്ച്, ഹോളിസ്റ്റിക് അപ്രോച്ചാണ് കൂടുതൽ. എന്താണ് ഹോളിസ്റ്റിക് അപ്രോച്ചാണ് കൂടുതലായിട്ടുള്ളത്. സോ മേജർ ടെക്സ്റ്റുകളാണ് ചരക സംഹിത, സുശ്രുത സംഹിത ആൻഡ്
വഗ്ബാദാസ് ടെസ്റ്റ്, വഗ്ബാദാസ് ടെസ്റ്റ്, ഞാൻ പറയുമ്പോൾ ഉളുക്കുന്നുണ്ട്. ഓക്കെ, ചരക സംസ്കൃതം നിങ്ങൾക്കറിയാം. ബേസിക്കലി നമ്മളെ മഹാഋഷി ചരകാണ് കൂടുതലായിട്ട് അത് എഴുതിയത്. ജനറൽ മെഡിസിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സുശ്രുത സംഹിതയാണെങ്കിൽ സർജറിയും അതർ മെഡിക്കൽ ആസ്പെക്ട്സും ആണ്. ആൻഡ് വഗ്ബദാസ് ടെക്സ്റ്റ് ആണെങ്കിൽ കോംപ്രഹെൻസീവ് കവറേജ് ഓഫ് ആയുർവേദിക് മെഡിസിൻ. സോ മേജർ ടെക്സ്റ്റുകൾ ഇത് പഠിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾ ചിലപ്പോൾ ഇതിനെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിക്കുമ്പം ഈ പേരുകളൊന്നും കാണില്ല. ബട്ട് സ്റ്റിൽ നിങ്ങളിപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ പഠിക്കുവാണെങ്കിൽ ആയുർവേദം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായി ഇതൊക്കെ പഠിച്ചു വെച്ചാൽ നല്ലതാണ്. അത് വായിച്ചു വെക്കാം, നിങ്ങൾക്ക് കൂടുതൽ എഴുതാനായിട്ട് പറ്റും കേട്ടോ. അത് ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. കാര്യം നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ എഴുതുമ്പോൾ മേജർ ടെക്സ്റ്റ് ബുക്ക് ചരകയുണ്ട്, സുശ്രുതയുണ്ട്, വഗ്ബദാസ് ഒക്കെ ഉണ്ടെന്ന് എഴുതി വേണമെങ്കിൽ വെക്കാം. സോ കോൺട്രിബ്യൂഷൻ ഓഫ് തിയോഫ്രാസ്റ്റസ്. സോ തിയോഫ്രാസ്റ്റസിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? പുള്ളിക്കൊരു ഗ്രീക്ക് ഫിലോസഫർ ആണ് കേട്ടോ. പ്ലാന്റ്, ഹെർബും ഷ്രബും ഒക്കെയാണ് പഠിക്കുന്നത് കൂടുതലായിട്ട്. അപ്പൊ അതുകൊണ്ട് ഫാദർ ഓഫ് ബൊട്ടണി. സോ ഫാദർ ഓഫ് ബൊട്ടണി ആണ്. ബേസിക്കലി ബൊട്ടണി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് കൂടുതൽ പ്ലാന്റ്സ് ഉള്ളത്. പ്ലാന്റ്സുകൾ തന്നെ പല സോഴ്സുകളുണ്ട്. ഇപ്പം പ്ലാന്റ്സ് തന്നെ നമുക്കറിയാം ഹെർബ് ഉണ്ട്, ഷ്രബ് ഉണ്ട്. ഹെർബും ഷ്രബിൽ തന്നെ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരുപാട് ഡ്രഗ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ മെഡിസിനൽ വാല്യൂ ഉണ്ടെങ്കിൽ തന്നെയും അവിടെയും ഫർദർലി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ ഒരു പ്ലാന്റ് തന്നെ എന്താകണം എന്നില്ല, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഒരു ഡിസീസ് തന്നെ ക്യൂർ ചെയ്യണം എന്നില്ല, മൾട്ടിപ്പിൾ ഡിസീസ് ക്യൂർ ചെയ്യാം. ഇനി വേറൊരു കാര്യം, ഒരു പ്ലാന്റിന്റെ ഒരു ഭാഗം മാത്രം, അതായത് ഇപ്പൊ ഫ്ലവർ ഉണ്ട്, ലീഫ് ഉണ്ട്, അതിന്റെ തണ്ടുണ്ട്, വേരുണ്ട്, റൂട്ടുണ്ട്. അതായത് ചില സമയങ്ങളിൽ റൂട്ടിന് ഒരു പ്രോപ്പർട്ടി, ലീഫിന്റെ പ്രോപ്പർട്ടി, ഫ്ലവറിനൊരു പ്രോപ്പർട്ടി, സ്റ്റമ്മിനൊരു പ്രോപ്പർട്ടി, ഈവൻ തൊലിക്കൊരു പ്രോപ്പർട്ടി, അങ്ങനെ പല പ്രോപ്പർട്ടികളും ചിലപ്പോൾ പ്ലാന്റ്സുകൾ കാണിക്കാറുണ്ട്. പല അസുഖങ്ങൾക്കും മാറ്റം കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന പ്ലാന്റ്സ് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളെ വയസ്സായ ആൾക്കാരൊക്കെ ചില ചെടികളും മരുന്നുകളൊക്കെ തരും. അതിനൊക്കെ ഒരുപാട് മെഡിസിൻ വാല്യൂ പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, ചില ചെടികളിൽ ആൽക്കലോയിഡ്സുകൾ ഉണ്ടാക്കും. ആൽക്കലോയിഡ്സ് നിങ്ങൾ പഠിക്കൂ കേട്ടോ. ഈ ആൽക്കലോയിഡ്സ് ഹ്യൂമന് ചില സമയം എന്താണ് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. നിങ്ങൾ ഈ ചില സമയങ്ങളിലൊക്കെ ഈ മരിച്ചീനിയില്ലേ, കപ്പ, പൂള എന്നൊക്കെ പറഞ്ഞ സാധനം ഇല്ലേ, ഇതിൻ്റെ ഇടയിൽ ഈ നമ്മുടെ ആടൊക്കെ പോയി എൻ്റെ കപ്പയൊക്കെ കടിച്ചു പറിച്ച് തിന്നിട്ട് ചത്തൊക്കെ കിടക്കാറുണ്ട്. ചില സമയങ്ങളിൽ അതിൻ്റെ കറയൊക്കെ പ്രശ്നമാവാറുണ്ട്. സോ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളും ഉണ്ട് ചില പോയിന്റുകളിൽ. പക്ഷെ ചില പോയിന്റിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾനെസ്സും ഉണ്ട്. ഈ ഇല കഴിക്കുമ്പോൾ ഈ കറ ഉള്ളിൽ പോകുമ്പം ആട് മരിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ കപ്പ തിന്നാൽ ആട് മരിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നില്ല. ആ ഒരു വ്യത്യാസം, അത് പ്ലാന്റിന് ചില പോയിന്റിൽ ചില ഭാഗങ്ങളിൽ ടോക്സിറ്റി ഉണ്ടാവാറുണ്ട്, ചില ഭാഗങ്ങളിൽ ടോക്സിറ്റി ഇല്ലാതെ ഇരിക്കാറുണ്ട്. ഇത് ഹിസ്റ്ററി ഓഫ് ഫാർമസി പ്രൊഫഷൻ ആണ്. സോ ഇതിൽ എല്ലാം ഒന്നും പഠിക്കണം എന്ന് നിർബന്ധമില്ല യൂണിവേഴ്സിറ്റി എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുകൾ. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും പഠിക്കാം. ബിക്കോസ് നമ്മുടെ ഗ്രീക്കിൽ നിന്ന് തുടങ്ങി വേറെ സിവിലൈസേഷൻസും അല്ലെങ്കിൽ ഫാർമസി ഗ്ലോബലി എങ്ങനെയാണ് വന്നു എന്ന് പറയുന്ന ഒരു ഫിഗറാണ്, അല്ലെങ്കിൽ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഫിഗറാണ്. അപ്പം അത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 466 to 377 BCE ഹിപ്പോക്രാറ്റസ് ബേസിക്കലി ഫാദർ ഓഫ് മെഡിസിൻ ആണ്. ഇത് പഠിച്ചു വെച്ചിരിക്കുക. ഒരുപാട് പേര് തെറ്റിക്കാറുണ്ട്. ഫാദർ ഓഫ് മെഡിസിൻ ആരെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫസ്റ്റ് ഫാർമസിസ്റ്റ് ആരെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് പേര് തെറ്റിക്കാറുണ്ട്. ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രാറ്റസ് ആണ്. സോ ക്ലിനിക്കൽ മെഡിസിൻസും ഇപ്പൊ നമ്മൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത്, ബേസിക്കലി സിംറ്റംസ്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, ട്രോമ, സെപ്സിസ്, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സിംറ്റംസ് എന്താണ്? ബേസിക്കലി നമ്മൾ എപ്പോഴും ഇപ്പം ഒരു അലോപ്പത്തിക് മെഡിസിൻ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് വയ്യ എന്ന് പോയി ചോദിക്കുമ്പം എന്തൊക്കെയാണ് നിങ്ങളെ സിംറ്റം എന്നാണ് ആദ്യം അവർ ചോദിക്കുക, അല്ലെ? സിംറ്റം ചോദിക്കും, അതിനുശേഷം ഡയഗ്നോസിസ് ചെയ്യും, അതിനുശേഷം എന്ത് ചെയ്യുന്നു? തെറാപ്പി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കും, അല്ലെ? അങ്ങനെയാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു അലോപ്പതി സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. പിന്നെ സെപ്സിസ് അറിയാലോ. സെപ്സിസ് എന്ന് പണ്ട് കാലങ്ങളിൽ സെപ്സിസ് എന്ന് പറയുന്നത് പെട്ടെന്ന് എല്ലാ പേർക്കും ഉണ്ടാവുകയും പെട്ടെന്ന് ആൾക്കാർ മരിച്ചു പോവുകയും ചെയ്യും. അതായത് നമ്മളിപ്പം ആന്റിബയോട്ടിക് ഇല്ലാത്ത കാലമാണ് പണ്ട്. അപ്പൊ ഇന്നത്തെ പോലെ വൈഡ്ലി ആന്റിബയോട്ടിക്സ് ഇല്ല പണ്ട്, അല്ലെങ്കിൽ ആന്റിബയോട്ടിക് കണ്ടുപിടിക്കാത്ത കാലമാണ്. അപ്പൊ ആന്റിബയോട്ടിക് ഇല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആൾക്കാർ സെപ്സിസ് വരികയും അങ്ങനെ മസിൽ പാരാലിസിസ് വരികയും അങ്ങനെ ചത്തുപോവുകയും ചെയ്യുന്നു. ഇപ്പം അങ്ങനെയല്ല, എൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾ ഏതൊരു മുറിവുണ്ടായി, നിങ്ങൾ പ്രോപ്പർലി ആൻറ്റിബയോട്ടിക് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും മരിച്ചു പോകും. ഓക്കെ, സോ ഇറ്റ്സ് വെരി സിമ്പിൾ. സോ ഇനി 384 to 322 BCE അരിസ്റ്റോട്ടിൽ പറഞ്ഞ കാര്യമാണ്. ഗോഡ് ഫാദർ ഓഫ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണ്. സോ ബേസിക്കലി പൊളിറ്റിക്സ്, സൈക്കോളജി, എത്തിക്സ്. സോ സൈക്കോളജിയിലൊക്കെ അരിസ്റ്റോട്ടിലിനെ പറ്റി ഭയങ്കര
കാര്യമായിട്ട് പറയുന്നുണ്ട്. സോ ബേസിക്കലി എൻ്റെ PG സൈക്കോളജി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈക്കോളജിയിൽ ഒരുപാട് അരിസ്റ്റോട്ടലിനെ പറ്റി പഠിക്കുന്നുണ്ട്. ആൻഡ് ഡയസ്കോറൈസ് ആണ്. സോ ഇവിടെ ഫാദർ ഓഫ് ഫാർമക്കോഗ്നോസി ആണ്. ഇതും തിരിഞ്ഞു പോലെ ഡയസ്കോറൈസ് ഫാദർ ഓഫ് ഫാർമക്കോഗ്നോസി ആണ്. ഫാർമക്കോഗ്നോസി എന്ന് ഞാൻ പറഞ്ഞില്ലേ, പ്ലാന്റ്സുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞില്ലേ, അതാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഡി മെട്രിക്ക മെഡിക്ക എന്ന് എഴുതി. അതിൽ 5 വോളിയം ഓഫ് ബുക്ക് ഉണ്ട് മെഡിസിനും ഫാർമസിനും വെച്ചിട്ട്. ബേസിക്കലി പിന്നെ അത് മെഡിസിൻസും ഫാർമസ്യൂട്ടിക്കൽ വർക്കിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഡയസ്കോറൈസിന് നമ്മളൊരു വലിയൊരു ഹാൻഡ്സ് ഓഫ് കൊടുക്കണം. കാര്യം പുള്ളിക്കാരൻ ഈ ഫാർമക്കോഗ്നോസി കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ പ്ലാന്റ്സുകളുടെ മേജർ സോഴ്സ് ഓഫ് ഡ്രഗ് ആണല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പുള്ളിക്കാരൻ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ആ ഒരു ഡിഫറൻസിയേഷൻ, പ്ലാന്റ് ഡിഫറൻസിയേഷൻ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇപ്പോഴും കഷ്ടപ്പെട്ടു പോയേനെ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് 131-200 AD ഗാലനാണ് ആദ്യത്തെ ഫാർമസിസ്റ്റ് ആണ്. ഗാലൻ. സോ ഹിപ്പോക്രാറ്റസ് ആണെങ്കിൽ ഫാദർ ഓഫ് മെഡിസിൻ, ഗാലൻ ആണെങ്കിൽ ഫസ്റ്റ് ഫാർമസിസ്റ്റ് ആണ്. സോ കോൾഡ് ക്രീം അല്ലെങ്കിൽ മെഡിസിൻ പ്രിപ്പറേഷൻ, നമ്മൾ ദേഹത്ത് വരുന്ന ക്രീം ഒക്കെ ഇല്ല, നമ്മൾ കോൾഡ് ക്രീം എങ്ങനെ ഉണ്ടാക്കണം നമ്മൾ പഠിക്കും എന്തായാലും. വാനിഷിംഗ് ക്രീം, കോൾഡ് ക്രീം ഒക്കെ ഉണ്ടാക്കാൻ പഠിക്കും. സോ പ്ലാനിൽ നിന്ന് തെറാപ്യൂട്ടിക് എക്സ്ട്രാക്റ്റ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തന്നു എന്നുള്ളതാണ്. സോ ഗലാനിക്കൽസ് എന്ന് പറയുന്നു. ഹിസ് ഫോർമുലാസ് ആൻഡ് മെത്തേഡ് ആർ നോൺ ആസ് ഗലാനിക്കൽ ഫാർമസി. സോ പുള്ളിക്കാരൻ്റെ ഫോർമുലേഷൻസുകളും അല്ലെങ്കിൽ മെത്തേഡ്സിനും ഗലാനിക്കൽ ഫാർമസിന്റെ അണ്ടറിലാണ് നമ്മൾ അറിയുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് മിഡീവൽ പീരീഡ് ആണ്. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതെ ഉണ്ടോ? ഇത്രയും ഞാൻ പറഞ്ഞതിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ആകപ്പാടെ എന്താണ് ഫാർമസി പറഞ്ഞു, റോൾ ഓഫ് ഫാർമസിസ്റ്റ് ഞാൻ പറഞ്ഞു, ആൻഷ്യന്റ് ഇറയിൽ നമ്മൾ ചൈനീസ് ഇന്ത്യൻ പറഞ്ഞു, ആയുർവേദ പറഞ്ഞു, പിന്നെ ആണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഹിപ്പോക്രാറ്റസ് ഫാദർ ഓഫ് മെഡിസിൻ, അരിസ്റ്റോട്ടിൽ, ഡയസ്കോറൈസ്, ഗാൽ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഉറക്കം വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഇപ്പൊ തന്നെ ഫുള്ള് എന്താ ഇത് ഭയങ്കര സാധനമാണല്ലോ വിചാരിക്കും. പക്ഷെ കുഴപ്പമില്ലടാ, പെട്ടെന്ന് തീരും. അധികം ഒന്നും നമുക്ക് പഠിക്കാനില്ല. ഇനി മിഡീവൽ പീരീഡ് ആണ്. ഇവിടെ ഫസ്റ്റ് അപ്പോത്തിക്കറി ഡ്രഗ് സ്റ്റോർ ഓഫ് ഫാർമസി വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ബാഗ്ദാദിൽ ആദ്യത്തെ ഒരു ഫാർമസി എസ്റ്റാബ്ലിഷ് ആവുകയും അങ്ങനെ ആഫ്റ്റർ ദ ഫാൾ ഓഫ് റോമൻ എംപയർ. സോ ബേസിക്കലി ഇവിടെ പറയുന്ന 754 AD ആദ്യത്തെ ഒരു ഫാർമസി വന്നു എന്നുള്ളതാണ്. അതിനുശേഷം റോമൻ എംപയർ പോയതിനു ശേഷം ഫാർമസി ആൻഡ് മെഡിസിൻ ബിക്കം 2 സെപ്പറേറ്റ് പ്രൊഫഷൻ. ഫാർമസി വേറെ, മെഡിസിൻ വേറെ എന്നുള്ള 2 പ്രൊഫഷനായി മാറുകയും ജർമ്മൻ എംപറർ ഫ്രെഡറിക് ഡിക്രീഡ് ദ ഫാർമസി ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ഓഫ് മെഡിസിൻ. സോ മെഡിസിനിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ്. പണ്ട് കാലങ്ങളിൽ ഫാർമസി മെഡിസിൻ ഒന്നായിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് ഫാർമസി സെപ്പറേറ്റ്, മെഡിസിൻ സെപ്പറേറ്റ്. പണ്ട് കാലങ്ങളിലൊക്കെ ഇല്ലേ, നിങ്ങൾക്ക് ഇപ്പൊ MBBS കിട്ടില്ലെങ്കിൽ അടുത്ത് പോകുന്ന ഫാർമസിക്ക്, നഴ്സിംഗ് ഒന്നും പോവുണ്ടാവില്ല. ഇത് ഇന്നത്തെ പോലെ നഴ്സിംഗിനേക്കാൾ വില ഫാർമസിക്കുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ പണ്ട് കാലങ്ങളിൽ ഡോക്ടർമാർ എഴുതുന്ന മരുന്നുകളുടെ കുറിപ്പടി വായിക്കുന്ന ആൾക്കാർ ഫാർമസിയും, അവര് മെഡിസിൻ ഉണ്ടാക്കി അവരുമായി കൂടെ നിന്ന് അല്ലെങ്കിൽ അവരും അസിസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു രീതിയിലാണ് പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം പുറത്തുള്ള ആൾക്കാർക്ക് മരുന്നിനെ പറ്റി അറിയാനായിട്ട് പാടില്ല. ഇറ്റ് ഷുഡ് ബി സീക്രട്ട് എന്ന രീതിയിൽ. എന്നാൽ പിന്നെ ജർമ്മൻ എംപറർ ഫ്രെഡറിക് II ഒരു കൽപ്പന പ്രകാരമൊക്കെയാണ് ഫാർമസി സെപ്പറേറ്റും മെഡിസിൻ സെപ്പറേറ്റും ഒക്കെ ആയിട്ട് മാറിയത് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ഒക്കെ ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഇരുന്നേനെ. ഓക്കെ, വാട്ട് എവർ. ഇനി എംപിരിക്കൽ എറ. സോ അവിടെ കീ കോൺട്രിബ്യൂഷൻ നിക്കോളസ് വരുന്നുണ്ട്. അവിടെ എക്സ്ട്രാക്ഷൻ ഓഫ് മെത്തേഡ്സുകളുടെ ഇമ്പോർട്ടൻസ് വന്നു. ആൽക്കഹോൾസ് എക്സ്ട്രാക്ഷൻ സോൾവെന്റ് ആയിട്ട് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. പണ്ട് നമ്മൾ ഒരുപാട് എക്സ്ട്രാക്ഷൻസിൽ ഒരു മേജർ സോൾവെന്റ് ആൽക്കഹോളാണ്. നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പഠിക്കും. പിന്നെ ഒരു കാര്യം പറയാം, ചിലപ്പോൾ നിങ്ങളുടെ കോളേജിൽ ഇത്രയൊന്നും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കോളേജിൽ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കണ്ടാവില്ല. ഇപ്പോൾ തന്നിരുന്ന നോട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ അണ്ടർ കവർ ചെയ്തിട്ടുള്ള സാധനമാണ്. സോ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്ക് ചെയ്ത് പഠിക്കാം. ഞാൻ ഒരിക്കലും പറയില്ല മിഡീവൽ പീരീഡിൽ പോയിട്ട് മൊത്തം പഠിക്കണം, എംപിരിക്കൽ അല്ലെ പോയിട്ട് മൊത്തം പഠിക്കണം, ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പും ചെയ്യാം, അതും പ്രശ്നമല്ല. ഈ നോട്ട് മാത്രം വായിച്ചാലും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എൻഡാണ്, ഇനി അങ്ങോട്ട് നമുക്ക് വേറെ ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ഇനി കാൾ ലിനസിന്റെ ആണ്. പുള്ളിക്കാരൻ ബൈനോമിയൽ നോമൻക്ലച്ചർ സിസ്റ്റം ഫോർ പ്ലാൻ ക്ലാസിഫിക്കേഷൻ ബൈനോമിയൽ നോമൻക്ലച്ചർ കൊണ്ടുവന്നു. പിന്നുള്ളത് USP ആണ്. USP ആണല്ലോ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമക്കോപ്പി ആണ്. സോ ഫസ്റ്റ് എഡിഷൻ. സോ ഈ ഫാർമക്കോപ്പിയുടെ ക്ലാസ്സൊക്കെ നമ്മൾ ഓൾറെഡി കുറേയൊക്കെ നമ്മൾ വേറെ സബ്ജക്റ്റുകളിൽ പഠിച്ചു. സോ ഞാൻ ചിലതൊന്നും റിപ്പീറ്റ് ചെയ്യാൻ കുറെ ഞാൻ സ്കിപ്പ് ചെയ്ത് പോവും. പിന്നെ ഫസ്റ്റ് സ്കൂൾ ഓഫ് ഫാർമസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഫിലാഡൽഫിയയിൽ USA 1821. അമേരിക്കൻ ഫാർമസി
അസോസിയേഷൻ ഫൗണ്ട് ബൈ വില്യം പ്രൊട്ടക്ടർ ജൂനിയർ, നോൺ ആസ് ദ ഫാദർ ഓഫ് അമേരിക്കൻ ഫാർമസി. നമുക്ക് ബേസിക്കലി അമേരിക്കൻ ഫാർമസി അസോസിയേഷൻ പഠിക്കേണ്ട ആവശ്യം നമുക്കില്ല. ബേസിക്കലി നമ്മളെ ചോദ്യങ്ങൾ കൂടുതലും ഇന്ത്യൻ ബേസ് ചെയ്തായിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് ഫസ്റ്റ് സ്കൂൾ ഓഫ് ഫാർമസി വന്നത് USA-ലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം, കുറച്ചൊന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് അത്രയും ഒന്ന് കവർ ചെയ്ത് നമ്മൾ പോകുന്നത് കേട്ടോ. So chemistry contribution, pharmacists made major contribution to chemistry during this era. So ഈ ഒരു എറയിലാണ്, അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു എംപിരിക്കൽ എറയിലാണ് നമ്മൾ കൂടുതലായിട്ട് കോൺട്രിബ്യൂഷൻ കെമിസ്ട്രിയിൽ നിന്നും ഒക്കെ നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് വന്നു എന്നുള്ളതാണ്. ഇത് ഹിസ്റ്ററി ഓഫ് ഫാർമസി പ്രൊഫഷൻ ഇൻ ഇന്ത്യ ആണ് കേട്ടോ ഇത് പറയുന്നത്. ഞാൻ വർഷങ്ങളൊന്നും വായിക്കില്ല, അല്ലെങ്കിൽ വായിക്കാം, കുഴപ്പമില്ല. സോ ഇവിടെ ഏർലി ഡെവലപ്മെന്റ് പറയുന്നത്, അതായത് ഇൻഡിപെൻഡൻസിന് മുന്നേ ഉള്ള ഡെവലപ്മെന്റുകളും കാര്യങ്ങളാണ് പറയുന്നത്. ഗോവ മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ഇൻ പനാജി 1840, നമുക്ക് വേണമെന്ന് നിർബന്ധമില്ല. ബംഗാൾ ഡിസ്പെൻസറി ആൻഡ് എഡിൻബർഗ് ഫാർമക്കോപ്പിയ പബ്ലിഷ്ഡ് 1841. ബർത്ത് ഓഫ് ഫാർമസി എഡ്യൂക്കേഷൻ ഇൻ മദ്രാസ് സ്റ്റേറ്റ് ഫോർ ട്രെയിനിങ് സ്റ്റുഡൻസ് ഇൻ ഫാർമസി പ്രാക്ടീസ്. സോ ഫാർമസി പ്രാക്ടീസിന് വേണ്ടി ആദ്യമായിട്ട് ഒരു മദ്രാസ് സ്റ്റേറ്റിലെ ഒരു ട്രെയിനിങ് സെന്റർ പോലെ, അല്ലെങ്കിൽ ഫാർമസി എഡ്യൂക്കേഷനെ വേണ്ടി ബർത്ത്, അതായത് ജനിച്ചു അല്ലെങ്കിൽ ഉടലെടുത്തു എന്നൊക്കെ പറയുക ആ പരിപാടി. ഓക്കെ, 1881 ബംഗാൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് ടു ട്രെയിൻ സ്റ്റുഡൻസ് ആസ് കോമ്പൗണ്ടേഴ്സ്. കണ്ടോ, അവിടെ ബംഗാൾ ഇൻസ്റ്റിറ്റ്യൂഷൻ കോമ്പൗണ്ടേഴ്സിനെ, ഇപ്പൊ പണ്ട് കോമ്പൗണ്ടേഴ്സ് ഉണ്ട്. കോമ്പൗണ്ടേഴ്സ് എന്ന് വെച്ചാൽ നേഴ്സ് ചെയ്യുന്ന പണി ചെയ്യും, ഫാർമസിസ്റ്റ് ചെയ്യുന്ന പണി ചെയ്യും, എല്ലാവരും ചെയ്യുന്ന പണി ചെയ്യും. സോ 1901 ബംഗാൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് കൊൽക്കത്ത ഫൗണ്ട് ബൈ പ്രൊഫസർ PC Rai. Okay, and in 1907 Alembic Chemical Company, Baroda, found by Professor T.K. Gujar. So 1930 production of Sera, vaccine, anesthesia and some simple drug began. So basically ഇത് കുറെ വർഷങ്ങൾ പറയുന്നുണ്ട്, അത് എന്തൊക്കെ കണ്ടുപിടിച്ചു, ആരെ കണ്ടുപിടിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സോ ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി, അത് നിങ്ങളിങ്ങനെ പഠിക്കണം എന്നൊരു മാൻഡേറ്ററി ഇല്ല. ബട്ട് സ്റ്റിൽ ഹിസ്റ്ററി ഇത്ര നല്ല അങ്ങനെ ചോദിച്ചിട്ടുമില്ല, പക്ഷെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടിയും വരും എന്നുള്ളതാണ്. ഇനി പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. 11th August 1930 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് കമ്മീഷൻ അണ്ടർ ലേറ്റൻ Colonel R.N. Chopra to study pharmacy problem and suggest a reinforcement അല്ലെങ്കിൽ reforms. So basically 11 August 1930 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തു. ബേസിക്കലി ഫാർമസിയിൽ എന്തൊക്കെ പ്രശ്നമുള്ളത് അല്ലെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയൊക്കെ ഒരു കമ്മിറ്റി കൊണ്ടുവന്നു. അത് R.N. ചോപ്രയിലാണ്. ഇനി 1935 യുണൈറ്റഡ് പ്രൊവിൻസ് ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ എസ്റ്റാബ്ലിഷ്, ലേറ്റർ ബിക്കം ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ. കണ്ടോ, യുണൈറ്റഡ് പ്രൊവിൻസ് ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ കൊണ്ടുവന്നിട്ട് അത് പിന്നെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷനിലേക്ക് റീഫോർമുലേറ്റ് ചെയ്തു. ഓക്കെ, ഇനി 1937 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ദ ഫസ്റ്റ് ബി ഫാർമസി കോഴ്സ് അണ്ടർ പ്രൊഫസർ മഹാദേവ് ലാൽ സക്രോഫ്, ഫാദർ ഓഫ് ഫാർമസി ഇൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരനെ. സോ ഒരു ഫസ്റ്റ് ബി ഫാം കോളേജ് കൊണ്ടുവന്ന്. പിന്നെ ഇന്ത്യൻ ജേർണൽ ഓഫ് ഫാർമസി സ്റ്റാർട്ട് ബൈ പ്രൊഫസർ ML സ്ക്രോഫ് ആണ്. സോ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ വരച്ചിടാം. എല്ലാം ഒന്നും പഠിക്കണം ഞാൻ പറയൂല. ഇതിനകത്ത് നമുക്ക് ആദ്യം അറിയേണ്ടത് ഫസ്റ്റ് ബംഗാൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ, ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചേ പറ്റൂ. പിന്നെ 11th August ഇത് പഠിക്കുക, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷൻ ഇത് പഠിക്കണം, ബനാറസ് ഇത് പഠിക്കണം. ആൻഡ് ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ബാക്കിയൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പം ഇല്ല എന്നുള്ളതാണ്. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. സോ നിങ്ങൾക്ക് ചുമ്മാ പോയിട്ട് വെറുതെ ഒന്നും എഴുതി വെക്കാൻ പറ്റില്ല. ബിക്കോസ് ഇത് സ്പെസിഫിക് ആണ് വർഷത്തിന്റെ കാര്യത്തിൽ. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. സോ എനിക്കറിയാം കുറച്ചധികം കൺഫ്യൂഷൻ ആണ്. വെള്ളം കുടിക്കുക, പോസ് ചെയ്ത് നിർത്തിയിട്ട് നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് പെട്ടെന്ന് ഒടിവായോ, നമുക്ക് അടുത്ത് ബാക്കി പഠിക്കാം. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ എറ. സോ നമ്മുടെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയലൈസേഷൻ എറ. സോ 1940 to 1970 ആക്ച്വലി ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ഇറക്കിയ ശേഷം നമ്മുടെ ഈ ഒരു മോഡേൺ പീരീഡ് ഉണ്ടല്ലോ, എനിക്ക് വായിച്ചിടത്തോളം എനിക്ക് എപ്പോഴും തോന്നിയത് ഈ ഇൻഡസ്ട്രിയലൈസേഷൻ എറ എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. കാര്യം ഇപ്പോഴാണ് ഫാർമസി എത്രത്തോളം സ്ട്രോങ് ആവണം അല്ലെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള സമയം. കാര്യം പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ വരെ ഇപ്പോഴും നമ്മൾ പണ്ടത്തെ എംപിരിക്കൽ എറയിലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം മെഡിസിൻസ് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം,
ചെയ്യാം, ആർക്ക് വേണമെങ്കിലും എഴുതാം എന്നുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഒരുപാട് റൂൾസുകളൊക്കെ സ്ട്രിക്റ്റ് ആക്കാൻ തുടങ്ങി. ബിക്കോസ് ഓൾറെഡി ഉണ്ടായിരുന്ന റൂൾസുകളും റെഗുലേഷൻസിനും കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആക്കി എന്നുള്ളതാണ് അർത്ഥം വരുന്നത് കേട്ടോ. 1940 ഓൾ ഇന്ത്യ ഫാർമസ്യൂട്ടിക്കൽ കോൺഗ്രസ് അസോസിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആൻഡ് 1941 ഫസ്റ്റ് ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് DTAB കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു അണ്ടർ ഡ്രഗ് ആക്ട്, സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി സെറ്റപ്പിന്റെ കൽക്കട്ട. സോ 2 കാര്യങ്ങൾ 40 നടന്നു. ആദ്യം DTAB, അത് ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ്. ഇപ്പൊ എക്സാമ്പിൾ ഡ്രഗുകൾ എങ്ങനെ കൊടുക്കണം, എങ്ങനെ വിൽക്കണം, ഏത് രീതിയിലായിരിക്കണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് കൂടുതൽ വരിക കേട്ടോ. ഞാനത് ഫർദർലി പഠിപ്പിച്ചു തരാം. ഓക്കെ, ഇനി സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി, നമുക്ക് മരുന്നുകൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലബോറട്ടറി എവിടെ, കൽക്കട്ടയിൽ കൊണ്ടുവന്നു. ഇനി 42 കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR രജിസ്റ്റർ ചെയ്തു. ആൻഡ് 45 D&C ആക്ട് കൊണ്ടുവന്നു, ഫാർമസി ബില്ല് കൊണ്ടുവന്നു. പിന്നെ 46 ഇന്ത്യൻ ഫാർമക്കോപ്പി ലിസ്റ്റ് പബ്ലിഷ് അണ്ടർ കേണൽ RN ചോപ്ര, ഇത് നമുക്കറിയുന്ന കാര്യമാണ്. പിന്നെ 48 ഫാർമസി ആക്ട് 47 ഇനാക്ട് ചെയ്തു. ഇന്ത്യൻ ഫാർമക്കോപ്പൽ കമ്മിറ്റി ഡോക്ടർ BN ഘോഷൻ അണ്ടറിൽ കൊണ്ടുവന്നു. 49 ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കാണാതെ പഠിക്കുക. ഇതെല്ലാം നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഇവിടെ കിടന്ന് വെറുതെ ഇതിനെ പറ്റി പറഞ്ഞ് ഈ ക്ലാസ് വലുതാക്കുന്നതിനേക്കാൾ മച്ച് ബെറ്റർ നിങ്ങൾ കാണാതെ പഠിക്കാം. ബിക്കോസ് എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് ജൂറിസ്പ്രുഡൻസ് അല്ലെങ്കിൽ ഫോറൻസിക്സ് ഫാർമസി എന്ന് പറഞ്ഞിട്ടൊരു സാധനം നിങ്ങൾ പഠിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ നിങ്ങൾ വരുമ്പോൾ ഞാനിത് പഠിപ്പിച്ചു തരാം കേട്ടോ. സോ എന്താണ് ഫാർമസി കൗൺസിൽ എന്നൊരു ഐഡിയ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇത് ഫാർമസി കൗൺസിൽ എന്ന് വിചാരിക്കാം. ഇത് സ്റ്റേറ്റുകളുടെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ. ഓക്കെ, ഇത് കേരള. ഓക്കെ, ഇത് തമിഴ്നാട്. ഇവിടെ കർണാടക ആയിരിക്കുമല്ലോ. ഇത് ആന്ധ്രാപ്രദേശ്. ഓക്കെ, സോ ഫാർമസി കൗൺസിൽ ഇരിക്കുന്ന ഡൽഹിയിൽ. ഓക്കെ, ഈ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ ഈ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിൽ ഒരുപാട് ഫാർമസിസ്റ്റുകളുണ്ട്. ഈ ഫാർമസിസ്റ്റുകളുടെ രജിസ്ട്രേഷൻ കീപ്പ് ചെയ്യുന്ന ആരായിരിക്കും? സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ. അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആര് ചെയ്യും? സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ. ആരുടെ കീഴിലാണ് ഇവർ വരുന്നത്? ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ. അപ്പൊ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്താണോ റിഫ്ലക്ട് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും സ്റ്റേറ്റ് ഫാർമസി കൗൺസിലും ചെയ്യേണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഇത്രയും മാത്രം മനസ്സിലാക്കുക. അവരുടെ ഇപ്പൊ എഡ്യൂക്കേഷൻ റെഗുലേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഫാർമസി പ്രൊഫഷൻ എങ്ങനെയായിരിക്കണം, ഫാർമസിന്റെ രജിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം, ലൈസൻസിങ് എങ്ങനെയായിരിക്കണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഫാർമസി കൗൺസിൽസുകൾ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം വിചാരിച്ചു വെച്ചിരിക്കാം. നമുക്ക് ജോയിന്റ് ഫാർമസി കൗൺസിൽ ഉണ്ട് കേട്ടോ. സോ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലും ഉണ്ട്, ജോയിന്റ് ഫാർമസി കൗൺസിൽസും ഉണ്ട്. സോ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ നമ്മുടെ കേരളത്തിന് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഉണ്ട്, അവിടെ ട്രിവാൻഡ്രത്താണുള്ളത്. ഓക്കെ, സോ ചില സമയത്ത് ഇപ്പൊ കേരളത്തിന് ഫാർമസി കൗൺസിൽ വേണ്ട അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഗവൺമെന്റ് പറയുവാണെങ്കിൽ തമിഴ്നാടിനും കേരളത്തിനും കൂടെ ഒരൊറ്റ കൗൺസിലായിട്ട് ജോയിന്റ് ഫാർമസി കൗൺസിലായിട്ട് നിൽക്കാൻ പറ്റും. അങ്ങനെയുള്ള കൗൺസിൽസ് നമുക്ക് ഉണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്, ഇപ്പോഴൊന്നും പഠിക്കേണ്ട. ഇനി പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഗ്രോത്ത്, ഇൻഡിപെൻഡന്റ് ശേഷം എങ്ങനെയാണ്? എഡ്യൂക്കേഷൻ റെഗുലേഷൻ നന്നായിട്ട് ഇംപ്ലിമെന്റ് ആയിട്ടുണ്ട്. ഡ്രഗ് ആൻഡ് മാജിക് റെമഡി, അതായത് ഇപ്പൊ ചില ആൾക്കാർ പറയും ഇന്ന കല്ല് വാങ്ങി തേക്കൂ, അല്ലെങ്കിൽ ചടകാവൃത തൈലം വാങ്ങി തേക്കൂ, ഇന്ന അസുഖം മാറാം. അങ്ങനെയൊന്നും പാടില്ല, അഡ്വർടൈസും ചെയ്യാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പാടില്ല. ഇന്ന മരുന്ന് ഇന്ന അസുഖം മാറ്റും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അഡ്വർടൈസ്മെന്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഫോൾസി അഡ്വർടൈസ്മെന്റ് ഒന്നും കൊടുക്കാനൊന്നും പാടില്ല എന്നുള്ളതാണ്. ഇനി 15 നവംബർ 1954 ഇവിടെ നമ്മൾ ഡേറ്റും കൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ML സ്ക്രോഫ് എലക്ടഡ് ആസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് PCAയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആണ് ML സ്ക്രോഫ് ആണ്, മറന്നുപോരുത്. ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക് ലിമിറ്റ് സെറ്റപ്പ് ടു ഇൻക്രീസ് ആന്റിബയോട്ടിക് പ്രൊഡക്ഷൻ, ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക് ലിമിറ്റഡ് സെറ്റപ്പ് ചെയ്തു. ഇനി 1955 മെഡിസിനൽ ആൻഡ് ടോയിൽ പ്രിപ്പറേഷൻ ആക്ട് ഇൻ ആക്ഷൻ എന്നുവെച്ചാൽ നമുക്കറിയാം ഒരുപാട് ഫാർമസിയിൽ തന്നെ നമ്മൾ ഒരുപാട് ആൽക്കഹോൾ പ്രിപ്പറേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആൽക്കഹോൾസ് ഉപയോഗിക്കുന്നതിന് ഒരുപാട് റൂൾസ് കൊണ്ടുവന്നു. ആൻഡ് ഫസ്റ്റ് എഡിഷൻ ഫാർമക്കോപ്പി പബ്ലിഷ് ചെയ്തു. ഇൻഡസ്ട്രിയൽ റിസർച്ച് അക്കാഡമിക് ഇനിഷ്യേഷനുമായിട്ട് ഒരുപാട് കൊളാബറേറ്റ് ചെയ്തു.
1970 സ്പെസിഫിക് പ്രൊവിഷൻസ് കൊണ്ടുവന്നുള്ളതാണ്. ഇപ്പം മോഡേൺ എറ ഇപ്പോഴാണുള്ളതാണ് നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക്. വെറുതെ എല്ലാവർക്കും നാർക്കോട്ടിക് ഡ്രഗ്സുകൾ, നാർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് പറയുന്നത് പോലെ നാർക്കോട്ടിക്സും സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് കുറെ റൂളുകൾ കൊണ്ടുവന്നു. സോ മോഡേൺ എറ കൊണ്ടുവച്ച 1985 ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാനതിൽ വലിയ സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല. പിന്നെ സെവറൽ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ് പ്ലാന്റ് ഒക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫാർമസി കൗൺസിലൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ പറയപ്പെടുന്നത്. ചെയ്യട്ടെ, വരട്ടെ, നല്ല കാര്യം അല്ലേ. അപ്പം ഇതില് നമുക്ക് ഇത്രയും പഠിച്ചതിൽ ഒരുപാട് നമ്മൾ സംസാരിച്ചു, ഹിസ്റ്ററി പറഞ്ഞു, പ്രൊഫഷൻ എന്താ പറഞ്ഞു അല്ലെ. ഈ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്, ചോദിച്ചങ്ങനെ അധികം കണ്ടിട്ടില്ല. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് ഫാർമസി പ്രൊഫഷൻ എന്താണെന്നാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, എല്ലാം എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഫാർമസി പ്രൊഫഷൻ എങ്ങനെയാണ് ഇന്ത്യയിൽ വന്നത്, അപ്പോൾ ഇന്ത്യയിൽ വന്നതെന്നുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഇൻഡസ്ട്രി ലെവലിൽ പറയുന്നുണ്ട്. ഫാർമസി ഡെവലപ്മെന്റ്, ഇത് മാത്രം എഴുതിയാലും മതി. ഇത് മാത്രം എഴുതിയാലും എന്താണ് ഹിസ്റ്ററി ഓഫ് ഫാർമസി പ്രൊഫഷൻ ഇൻ ഇന്ത്യയായി. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് ആ സിലബസ് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. മേ ബി കോളേജ് ഇത്രയും പഠിപ്പിക്കണം എന്നില്ല, അവർ ഇത്ര പോലും പഠിപ്പിക്കില്ല. ചിലപ്പോൾ നിങ്ങളോട് കണ്ടുപിടിച്ചിട്ട് വരാൻ പറയും, ബിക്കോസ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ അല്ലേ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും, കുറച്ച് വർഷങ്ങളൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും. സോ ബാക്കി വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് സ്കൂൾ ഓഫ് ഫാർമസി ഇൻ US ഏത് ഇയർ ആണ്, ഗാലന്റെ ഫാർമസി ഏതൊക്കെയാണ്, ഫസ്റ്റ് അപ്പോത്തിക്കറി ഏതൊക്കെയായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ള ഇയർ, പ്ലേസ് ഒക്കെയാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ചോദിക്കില്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഇനി ഫ്യൂച്ചറിൽ ചോദിച്ചാലേ ഉള്ളൂ. ഇനി ഇനി നമുക്ക് പറയേണ്ടത് ഫാർമസി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. സോ ഫാർമസി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്താ പറയേണ്ടത്? ഇനി അങ്ങോട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഇനി നിങ്ങൾക്ക് അധികം വലിയ സംഭവങ്ങളൊന്നുമില്ല. ബേസിക്കലി നമുക്ക് ഡി ഫാം ഉണ്ട്, ബി ഫാം ഉണ്ട്, എം ഫാം ഉണ്ട്, ഫാം ഡി ഉണ്ട് അല്ലെ. ഇത് നമുക്കറിയാം. സോ ഡി ഫാം ആണെങ്കിൽ 2 വർഷമാണ്, ഡി ഫാം ആണെങ്കിൽ 2 വർഷം, ബി ഫാം ആണെങ്കിൽ 4 വർഷം, എം ഫാം ആണെങ്കിൽ 2 വർഷം, ഫാം ഡി ആണെങ്കിൽ 5 വർഷം. സോ ഫാം ഡിയിൽ ചില ആൾക്കാർ പറയും 6 വർഷമല്ലേ എന്ന് പറയും. അല്ല, 6+1 ആണ്. 5+1 ആണ്. 5 വർഷം പഠിക്കുക, 1 വർഷം ഇന്റേൺഷിപ്പ് ആണ്. ഓക്കെ, സോ ഡി ഫാമിൽ 2 വർഷം പഠിക്കുക, 3 മാസം ഇന്റേൺഷിപ്പ്. ബി ഫാമിൽ 4 വർഷം പഠിക്കുക, 1 വർഷം ഇന്റേൺഷിപ്പ്. അങ്ങനെയാ വരിക. അപ്പൊ അതുകൊണ്ട് ഈ 3 മാസവും 1 മാസവും ഒന്നും നമ്മൾ കണക്ക് കൂട്ടത്തില്ല, പക്ഷെ നമ്മൾ 1 വർഷം നമ്മൾ കണക്ക് കൂട്ടുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 6 പറയുന്നത് കേട്ടോ. ഇനി ഡോക്ടറേറ്റ് ഇൻ ഫാർമസി, അത് 3 വർഷം മുതൽ 6 വർഷം. ചില ആൾക്കാർക്ക് 3 വർഷത്തിൽ ഡോക്ടറേറ്റ് കിട്ടും, ചില ആൾക്ക് 6 വർഷത്തിൽ ഡോക്ടറേറ്റ് കിട്ടും. ഇപ്പോഴത്തെ UGC പ്രകാരം ഡിഗ്രി കഴിഞ്ഞ 4 വർഷമാണ് നമ്മുടെ ബി ഫാം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ഡോക്ടറേറ്റ് ഡയറക്റ്റ്ലി എടുക്കാം. എം ഫാം ഒന്നും പോകണം നിർബന്ധം ഇല്ല. ഓക്കെ, സോ ഫാർമസി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ തുടങ്ങുന്നത് 1937 ജൂലൈയിലാണ്. ഓക്കെ, 1937 ജൂലൈയിൽ. മാർച്ച് 9, 1949 ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ ഫാർമസി ആക്ട് ഓഫ് 1948 ടു എൻഷുർ യൂണിഫോം എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ ഫാർമസി. അതായത് എല്ലാ പേർക്കും ഒരേപോലെയുള്ള വിദ്യാഭ്യാസമാണോ, ഒരേപോലുള്ള ട്രെയിനിങ് ആണോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫാർമസി ആക്ട് കൊണ്ടുവന്നു. ആരുടെ അണ്ടറില്ല? ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറില്ല. ഓക്കെ, അപ്പോൾ ഫാർമസി എഡ്യൂക്കേഷൻ എന്തൊക്കെ പറയും? പ്രാക്ടീസ് ക്ലാസ്, എക്സാമിനേഷൻ എങ്ങനെയാണ്, ട്രെയിനിങ് എങ്ങനെയായിരിക്കണം, കോഴ്സ് എങ്ങനെ ചെയ്യണം, സിലബസ് എങ്ങനെ കൊടുക്കണം. കാര്യം ഇത് കണ്ടിന്യൂസ് ഡിമാൻഡാണ്. ഫാർമസി പ്രൊഫഷൻ എപ്പോഴും ഡിമാൻഡുണ്ട്, ഇന്ത്യയിലായിക്കോട്ടെ ഗ്ലോബലി. ഇപ്പൊ ഇന്ത്യയിൽ വലിയ ഡിമാൻഡൊന്നുമില്ല. ഈ പേര് പറയുന്ന പോലെ ചുമ്മാ ഇന്ത്യയിൽ ഡിമാൻഡാണ്. എവിടെ ഇന്ത്യയിൽ ഡിമാൻഡ്? ഒരിടവും ഇല്ല. കാരണം വെച്ചാൽ ഇന്ത്യയിൽ വെറുതെ ആൾക്കാർ പഠിച്ചിറങ്ങുന്നുണ്ട്, ചുമ്മാ വെറുതെ. ഇപ്പോൾ ഒരു കോളേജിൽ തന്നെ 100-150 പേര് പഠിച്ചിറങ്ങുന്നുണ്ട്. സോ അതിൽ എത്ര പേര് ജോലിക്ക് പോകുന്നുണ്ട്, എത്ര ഷോപ്പുകളിൽ മാത്രം വർക്ക് ചെയ്ത് മാസം 20,000 വെച്ച് വാങ്ങുന്നുണ്ട്. ആക്ച്വലി എന്താണ്, ഫാർമസി പ്രൊഫഷൻ പഠിക്കുന്ന ആൾക്കാർ ഇപ്പം ഒരു പ്രൊഫഷനായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഒരു 20,000 മതി, അല്ലെങ്കിൽ 30,000 മതി എന്നുള്ള ചിന്താഗതി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ബി ഫാം എം ഫാം പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഡി ഫാം മാത്രം മതി. ഒരു ഫാർമസി കടയിൽ കയറി നിന്നാൽ അല്ലെങ്കിൽ സ്വന്തം ഒരു ഫാർമസി തുടങ്ങാൻ വേണ്ടി ഡി ഫാം മാത്രം ഇന്ത്യയിൽ മതി. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഇച്ചിരി ഇപ്പൊ ഈവൻ ടീച്ചിങ് പ്രൊഫഷനിൽ പോലും അത്ര സാലറി ഇല്ല. ബേസിക്കായിട്ട് ഞാൻ ജെനുവൻലി പറയാം. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഫാർമസി തന്നെ എടുക്കുവാണ്. ഇപ്പൊ എക്സാമ്പിൾ ഫാർമസിയിൽ ഇപ്പൊ നിങ്ങൾ ജോലിക്ക് പോവാണ്, ഒരു ഫാർമസിസ്റ്റ് ഒരു ഷോപ്പിൽ പോവാണ്, എത്ര മാക്സിമം 20K ആയിരിക്കും നിങ്ങളുടെ സാലറി. കൂടുതൽ കിട്ടും, ഇല്ലായികയില്ല. പക്ഷെ നിങ്ങൾ അബ്രോഡ് പോയിക്കോ, അബ്രോഡ് DH MOH ഹാഡ് പോവുകയാണെങ്കിൽ 1.2 lakh ആണ് പെർ മന്ത് സാലറി വരിക. ഓക്കെ, ഇപ്പൊ ഇവൻ നിങ്ങൾ അപ്പോളോ ഫാർമസി പോലുള്ള റെപ്യൂട്ട് ഫാർമസിയിൽ വേണമെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ മാക്സിമം സാലറി 25 to 30K ആയിരിക്കും. 30K ഒക്കെ പോകുന്നത് ഭയങ്കര റെയർ ആണ്.
പക്ഷേ നിങ്ങൾ അബ്രോഡ് പോയി ഒരു അപ്പോളോ ഫാർമസി പോവുകയാണെങ്കിൽ അവിടെ 2.2 lakh ഒക്കെയാണ് അവിടെ സാലറി. അതിന് ടീച്ചിങ് പ്രൊഫഷൻ നോക്കാം. ടീച്ചിങ് പ്രൊഫഷൻ ആണെങ്കിൽ ഇപ്പൊ ബിഫാംകാർക്ക് ഡിപ്ലോമക്കാരെ പഠിപ്പിക്കാൻ അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് അല്ല അസിസ്റ്റന്റ് ലെക്ചർ എന്നൊക്കെ പറയുന്ന പോലെ ബിഫാംകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം സാലറി തുടങ്ങുന്നത് ഒരു 12 മുതൽ 15, 20 റേഞ്ചാണ്. ആ പൈസ ഉണ്ടെങ്കിൽ ഒരു ഫാർമസി പോയി നിന്ന് ആ പൈസ കിട്ടും. ഇനി നിങ്ങളിപ്പോൾ ഫാം ഡി കഴിഞ്ഞവരാണെങ്കിലും ഈ സ്കെയിൽ തന്നെയാണ്. ഇനി M.Pharm ആണ് നിങ്ങൾ കഴിഞ്ഞതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 30-35 വരെ റേഞ്ച് കിട്ടാം. മാക്സിമം പോയി 40 വരെ കിട്ടും. ഇനി ഇങ്ങനെയുള്ള ആൾക്കാർ പുറത്ത് പോവുകയാണെങ്കിൽ അവർക്ക് 3 lakh to 4 lakh ആണ് അവരുടെ ടീച്ചിങ് പ്രൊഫഷന് മാത്രം കിട്ടുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ ഞാനിത് ഗൾഫ് കൺട്രിയാണ് 1.2 lakh സാലറി ഫാർമസിസ്റ്റിന് പറഞ്ഞത്. ഇനിയിപ്പോ നിങ്ങൾ വലിയ UK, USA, കാനഡ പോവുകയാണെങ്കിൽ അത് 5 lakh per month എന്ന രീതിയിലേക്ക് മാറാറുണ്ട്. ആക്ച്വലി ഇന്ത്യയില് കോഴ്സിന്റെ ഡിമാൻഡ് അല്ലെങ്കിൽ ഫാർമസിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ 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 കുറവാണ്. ഇറ്റ്സ് വേണമെങ്കിൽ എത്രയാണ് ബാക്കിയുള്ള പ്രൊഫഷനെ വെച്ച് നോക്കുമ്പോൾ ഫാർമസി എന്ന് പറയുന്നത് വെറും ഒരു സ്കെയിലിൽ അളന്നെടുക്കാം എന്നുള്ളതുപോലെ ഉള്ളൂ. അധികം വലിയ ഡിമാൻഡിങ് ഒന്നുമല്ല. നിങ്ങളതധികം മനസ്സിലാക്കണം. അതുകൊണ്ട് പെട്ടുപോയി എന്നൊരിക്കലും വിചാരിക്കരുത്. ഞാൻ ഫാർമസി കഴിഞ്ഞപ്പോൾ പെട്ടുപോയെന്ന് വിചാരിച്ച ആളാണ്, ബട്ട് സ്റ്റിൽ അല്ല. എനിക്ക് ഈ ഫാർമസി എഡ്യൂക്കേഷൻ കൊണ്ട് ഒരുപാട് യൂസ്ഫുൾനെസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ B.Pharm കഴിഞ്ഞെങ്കിലും ഈ B.Pharm എന്ന് പറയുന്ന ഈ കോഴ്സ് അല്ലെങ്കിൽ D.Pharm എന്ന് പറയുന്ന ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ഡോക്ടറേറ്റ് എന്ന് പറയുന്ന ഈ കോഴ്സുകളൊക്കെ ഞാൻ കാണുന്നത് ഒരു ഡിഗ്രി ആയിട്ടേ കാണുന്നുള്ളൂ. ഇപ്പൊ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് എൻ്റെ ഡിഫറെന്റ് ആണ്. ബിസിനസ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് എന്റെ പ്രൊഫഷൻ പോകുന്നത്. ഒരിക്കലും ഫാർമസിയുമായി എനിക്ക് ബന്ധമില്ല. ഈ ഒരു പോയിന്റ് എനിക്ക് ഫാർമസിയുടെ ബന്ധം ഉണ്ടായിട്ടില്ല. എനിക്ക് ഫാർമസിയിൽ വർക്ക് ചെയ്യാൻ അധികം എനിക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫാർമസി പോയിട്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ വായിക്കാൻ പറഞ്ഞാലോ ഒരു ഡ്രഗ് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞാലോ എനിക്ക് ബ്രാൻഡ് നെയിം ഒന്നും അറിയില്ല. കാര്യം ഞാൻ ഫാർമസിയിൽ വർക്ക് ചെയ്യില്ല. മാക്സിമം ഞാൻ ഒരു ഫാർമസിയിൽ നിന്നിട്ടുള്ളത് ഒരു ഷോർട്ടർ ഡ്യൂറേഷനിൽ എൻ്റെ ഇന്റേൺഷിപ്പ് ടൈമൊക്കെ നിന്നിട്ടുള്ളൂ. അധികം ഒന്നും ഞാൻ നിന്നിട്ടില്ല, എനിക്കറിയില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫാർമസി എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫഷൻ ഞാൻ ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ചില ആൾക്കാർ അതിൽ തന്നെ ഒരുപാട് വലിയ വലിയ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ പോകുന്നു. പക്ഷെ അതിന് ചില സമയത്ത് നമുക്ക് ഫാർമസിയിൽ നിന്ന് കോമ്പീറ്റ് ചെയ്യുന്ന പല സെക്ടറിൽ ആൾക്കാർ വരും. ഈവൻ ദോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സ്ട്രോങ് ആണ്. ഓക്കെ, മെഡിക്കൽ കൗൺസിൽ തീരുമാനിക്കുന്ന പല ഡിസിഷൻസും നമ്മുടെ ഓൾ ഓവർ ഇന്ത്യയെ ഒരുപാട് ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫാർമസിക്കായിക്കോട്ടെ, ഇനി വാട്ടെവർ ഏതൊക്കെ വേർട്ടിക്കൽ ആയിട്ടുള്ള പ്രൊഫഷൻ ആയിക്കോട്ടെ, ആ പ്രൊഫഷൻ്റെ ഒക്കെ ഗ്രോത്ത് എന്ന് പറയുന്നത് എപ്പോഴും മെഡിക്കൽ കൗൺസിലിൻ്റെ അല്ലെങ്കിൽ ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഡോക്ടർ എന്നുള്ള ആ ഒരു തസ്കതയുടെ ഏറ്റവും താഴെ ആയിരിക്കും എന്നുള്ളതാണ് ഒരു കാര്യം പറയാം. അത് നമ്മുടെ ഇന്ത്യയുടെ രീതി അങ്ങനെയാണ് പോകുന്നത്. നമ്മുടെ ഔട്ട്സൈഡ് ഡെവലപ്ഡ് കൺട്രീസിൽ നോക്കുവാണെങ്കിൽ അവിടെ മരുന്ന് എഴുതുന്നത് പോലും ഡയഗ്നോസിങ് കഴിഞ്ഞിട്ട് എഴുതുന്നത് പോലും ഒരു ഫാർമസിസ്റ്റ് ആണ്. എത്ര മരുന്ന് കൊടുക്കണം തീരുമാനം ഫാർമസിസ്റ്റ് ആണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഇന്ന മരുന്ന് കൊടുത്താൽ ഇന്ന പ്രശ്നം ഉണ്ടാവില്ലേ, ഇത്ര എമൗണ്ട് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുവാണെങ്കിൽ അവരുടെ ഈഗോ ഡെവലപ്പാവും. ഇത്രയും നാളും കാണാത്ത നിങ്ങൾ എന്താ കണ്ടുള്ള. ഞാൻ ഒരിക്കൽ ചോദിച്ചപ്പോൾ പണ്ട് അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു TB എൻ്റെ ഇന്റേൺഷിപ്പ് സമയത്തായിരുന്നു. റിഫാംബസിൻ നമുക്ക് റിഫാംബസിന് 150 mg ആണ് നമുക്ക് ഡോസ് അവൈലബിൾ ഉള്ളത്. നമുക്കത് ക്യാപ്സ്യൂളാണ്. ഓക്കെ, സോ ഡോക്ടർ എഴുതിയത് 150 mg എന്താണ് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മയിലാണെങ്കിൽ 10 mg കൊടുത്താൽ മതി. അതൊരു പീഡിയാട്രിക് ഡോസ് 10 mg മതി എന്നായിരുന്നു. ഈ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് 10 mg എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ 10 mg എടുക്കണമെങ്കിൽ നമുക്ക് അത്രയും വെയിങ് മെഷീനൊക്കെ വേണം. ഓക്കെ, അപ്പം ക്യാപ്സ്യൂളാണ്, പൊടി പാലിൽ കലക്കി കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ഞാൻ ഡോക്ടറോട് പോയി ചോദിച്ചു, ഡോക്ടർ ക്യാപ്സ്യൂൾ ആകുമ്പം ഇൻഡസ്ട്രിയിൽ പോവുകയല്ലേ ചെയ്യുന്നത്, അവിടെ പോയിട്ട് ബ്രേക്ക് ആയിട്ട് അബ്സോർപ്ഷൻ നടക്കുകയല്ലേ ചെയ്യുക. നമ്മൾ പൊടിയായിട്ട് കൊടുക്കുവാണെങ്കിൽ സ്റ്റൊമക്കിലല്ലേ അവിടെ അബ്സോർപ്ഷൻ നടക്കുക, അപ്പം ഇൻഡസ്ട്രിയിൽ എത്തില്ലല്ലോ, അബ്സോർപ്ഷൻ കിട്ടില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഡോക്ടറുടെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായി. ആക്ച്വലി പുള്ളിക്കാരൻ അതിനെപ്പറ്റി അറിയില്ല, അല്ലെങ്കിൽ ഈ ഡ്രഗ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണോ, ഞാൻ സംശയമാണ് ചോദിച്ചത്. അപ്പോൾ പുള്ളിക്കാരൻ ഈഗോ ഹേർട്ടായി. പുള്ളിക്കാരൻ അറിയാത്ത കാര്യമുണ്ട്. പുള്ളിക്കാരൻ എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. പിന്നെ അത് മാത്രമല്ല, എക്സ്പീരിയൻസ് മാറ്റേഴ്സ് എന്ന് കാണുന്ന ആൾക്കാരാണ് എപ്പോഴും ഉള്ളത് നമ്മുടെ ചുറ്റുപാട്. അവര് കൂടുതലായിട്ട് ചിന്തിക്കുന്ന രീതി എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഉള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കണം, എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്യണം, അങ്ങനെ രീതിയിലാണ് ഈ പ്രൊഫഷൻ പോകുന്നത്. അപ്പൊ വെറുതെ ഞാൻ കുറേ കഥ പറഞ്ഞ് നിങ്ങളെ
ഇതാക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ നല്ലൊരു പ്രൊഫഷനാണ് ഫാർമസിയിൽ. കാര്യം നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ വാർത്തെടുക്കാൻ പറ്റും. എനിക്ക് ഒരുപാട് എൻ്റെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ടീച്ചിങ്ങിൽ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് ജയിച്ചിട്ടുണ്ട്, ഒരുപാട് പേര്, മേ ബി ചിലപ്പോൾ ഒരു 10-200 പേരൊക്കെ എനിക്ക് വേണമെങ്കിൽ കൗണ്ട് ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് ഈ ഫാർമസി പ്രൊഫഷൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ഇനി റെഗുലേറ്ററി ബോഡീസ് ഓഫ് ഫാർമസി എഡ്യൂക്കേഷൻ. സോ ഫാർമസി എഡ്യൂക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ SSLC ആയിക്കോട്ടെ, അല്ലെങ്കിൽ +2 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ, ഇതെല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണ്. അപ്പോൾ നമുക്കറിയാം ഈ എഡ്യൂക്കേഷൻ, ഫാർമസി എഡ്യൂക്കേഷൻ എപ്പോഴും അണ്ടറിൽ വരുന്നത് ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ, PCA ആണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പിന്നെ ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE അണ്ടറിലും വരുന്നുണ്ട്. സോ AICTE 1987 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പൊ AICTE എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ഇല്ല എന്നുള്ളതാണ്. AICTE മാൻഡേറ്ററി അല്ല, നമുക്ക് ഫാർമസി കൗൺസിൽ മാത്രം മതി. കാര്യം നമ്മൾ ഫാർമസി ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആയിട്ടും കൂടെ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ അല്ല കേട്ടോ, അത് മാറ്റിട്ടുണ്ട്. പിന്നെ അതർ ഓർഗനൈസേഷനാണ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽസ്. നമ്മൾ കേരളയാണ് പഠിക്കേണ്ടത്. പിന്നെ SBTE, കേരള സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. സോ അതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ നിങ്ങൾ ഒരിക്കലും KSBTE എന്ന് എഴുതരുത്, അത് കർണാടകയായി പോകും കേട്ടോ. നമ്മൾക്ക് വെറും SBTE എന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എഴുതിയത്. സോ ഇറ്റ്സ് വെരി ഈസി. സോ റെഗുലേറ്ററി ബോഡീസ് ഞാൻ പറഞ്ഞു. നമുക്ക് പിന്നെ ഇത് വേറെ നമ്മുടെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അവർക്ക് MSBT ആണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ വേറെ കൊടുത്തു. അവർക്കും സെയിം തന്നെ നോക്കിയേ. അവർക്കും ഫാർമസി ആക്ടും ഫാർമസി എഡ്യൂക്കേഷനും AICTEയും സ്റ്റേറ്റ് ഫാർമസി കൗൺസിലും ഒക്കെ തന്നെ, അതെല്ലാം സെയിം തന്നെ. അവർക്കും വ്യത്യാസമില്ല. ആകെപ്പാടെ മാറ്റം വരുന്നത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ബോർഡും അവരുടെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിന്റെ വ്യത്യാസം മാത്രമേ വരുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, ഇനി ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. സോ ഇതിൽ മനസ്സിലാവാതെയുണ്ടോ? നമ്മൾ ആകെപ്പാടെ എന്താ പറഞ്ഞത്? നമുക്ക് ഫാർമസി റെഗുലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫാർമസി ആക്ട്, പിന്നെ AICTE ഉണ്ട്, പിന്നെ അതർ കൗൺസിൽസ് ഉണ്ട്. സോ എഡ്യൂക്കേഷൻ റെഗുലേറ്റ് ചെയ്യുക, ട്രെയിനിങ്, യൂണിഫോം ആയിട്ട് എന്താണ് സിലബസുകൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പഠിച്ച ഈ കോളം നിങ്ങൾ എന്തായാലും വരച്ചു വെക്കണം. കാര്യം ഫാർമസി എഡ്യൂക്കേഷൻ ഓഫ് ഇന്ത്യ എന്ന സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത് ഇത്ര നിങ്ങൾ എഴുതേണ്ടി വരും കേട്ടോ. ഇനി ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി എങ്ങനെയാണ്? സോ ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ 1930 ഫസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ബംഗാൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വർക്ക് എസ്റ്റാബ്ലിഷ് ഇൻ കൽക്കട്ട. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ബംഗാൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വർക്ക് എസ്റ്റാബ്ലിഷ് ഇൻ കൽക്കട്ട ഇൻ 1970s. ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റ് വാസ് ഓൾമോസ്റ്റ് നോൺ എക്സിസ്റ്റന്റ്. പണ്ട് കാലങ്ങളിൽ മരുന്നുകൾ ചുമ്മാ കൊടുക്കും. അത് ലോ ക്വാളിറ്റി സാധനം, മേ ബി നല്ല സാധനങ്ങൾ, അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ സ്പെസിഫിക് ഒന്നുമല്ല. നല്ലത് കിട്ടിയാൽ നല്ലത് എന്ന് പറയാൻ നമുക്ക് പറ്റുള്ളായിരുന്നു. പക്ഷേ ഈ ഒരു ആക്ടുകൾ വന്നതിന് ശേഷമാണ് മരുന്നുകൾ പ്രോപ്പർലി നമുക്ക് നല്ലപോലെ മരുന്നുകൾ കിട്ടാൻ തുടങ്ങിയത്. സോ ഇന്ത്യ ഈസ് നൗ ദ 3rd largest pharmaceutical industry in the world by volume and 14th by value. കേട്ടോ, 3ാമത്തെ ലാർജസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഇന്ത്യയാണ്. വാല്യൂ അറ്റ് $50 billion and serving 200+ country globally. നമ്മൾ ഒരുപാട് ഡ്രഗുകൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ 3rd largest pharmaceutical industry ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്ത്യ ആഫ്രിക്കയിലും അല്ലെങ്കിൽ USA-ലും UK-ലും പിന്നെ ഗ്ലോബൽ വാക്സിൻസിലും WHO എസെൻഷ്യൽ വാക്സിൻസിലും ഒക്കെ കൂടുതൽ സപ്ലൈ ചെയ്യുന്ന ഇന്ത്യയാണ്. കാര്യം ഇന്ത്യ ഈസ് എ വൺ ഓഫ് ദ ഗുഡ് മാർക്കറ്റ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. കാര്യം എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ എക്സാമ്പിൾ, എനിക്ക് USA-ൽ പോയി ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം, ഒരു ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്യണം മെഡിസിൻ. അവിടെ എന്ന് വെച്ചാൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അത് ക്ലിയർ ആയി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ 6-7 വർഷം എടുക്കും. അപ്പോഴത്തേക്കും ചിലപ്പോൾ ലൈസൻസ് കിട്ടിയെന്ന് തന്നെ വരില്ല. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഒരു ലൈസൻസ് കിട്ടണമെങ്കിൽ വിത്തിൻ ഒരു 6 to 1 year കൊണ്ട് നമുക്ക് കിട്ടും. കാര്യം ഇവിടുത്തെ ഫോർമാലിറ്റി കുറവാണ്. അത്യാവശ്യം സ്റ്റാൻഡേർഡ്സുകളെല്ലാം USA റിലേറ്റഡ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും. അതുകൊണ്ടാണല്ലോ US നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ നമുക്ക് ഇതിൻ്റെ അപ്രൂവൽ കിട്ടാൻ വലിയ പാടൊന്നുമില്ല, എളുപ്പമാണ്. പക്ഷെ ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം അവർ അത് ഗ്ലോബലി ആയിരിക്കും ചെയ്യേണ്ടാവുക. ഇപ്പോൾ ആഫ്രിക്കാസ് ജനറിക് റിക്വയർമെൻറ്റ്, പിന്നെ US ഡിമാൻഡ് അനുസരിച്ചിട്ട് വാക്സിൻസ് ഒക്കെ ഒരുപാട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കോവിഡ് വാക്സിൻ ഒക്കെ ഉണ്ടാക്കിയപ്പോൾ നമ്മളവിടെ നിന്ന് ഒരുപാട് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ ഗവൺമെൻറ് അല്ല, പ്രൈവറ്റ് ഓർഗനൈസേഷൻസുകളാണ് നമ്മളിത് കൊടുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ.
ഇതൊക്കെ കുറേ തള്ളാണ്, നമുക്ക് പഠിച്ചു വെക്കാം. സോ ടോപ്പ് 10 ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ആണ്. സോ സൺ ഫാർമസ്യൂട്ടിക്കൽ ഒരുപാട് കേട്ടുണ്ട്, ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഡോക്ടർ റെഡ്ഡിക്ക് ആണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. സിപ്ല അറിയായിരിക്കും, എയറോബിനോ, പിന്നെ സിഡസ്, ലൂപ്പിനൊക്കെയാണ് മറ്റേ ഇൻസുലിൻസ്, വാക്സിൻസ് ഒക്കെ ഒരുപാട് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ 2-3 നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചു വെക്കാം. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന അബോട്ട് ഏതൊക്കെയൊക്കെ പഠിച്ചങ്ങ് എഴുതി വെക്കാം. പക്ഷെ ഇത് നമ്മൾ ടോപ്പ് 10 ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. റവന്യൂ മാർക്കറ്റും എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ച് നമ്മൾ പറയുന്നതാണ്. ഇനി ഫാർമസി ആസ് എ കരിയർ. സോ എല്ലാ ആൾക്കാരും പറയും ഫാർമസി എന്ന് പറയുന്നത് മരുന്ന് കോമ്പൗണ്ട് ചെയ്യുക, ഡിസ്പെൻസ് ചെയ്യുക, അതായിരുന്നു ട്രഡീഷണൽ റോൾ. ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് മാറ്റം വന്നു. ക്ലിനിക്കലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ്, പേഷ്യൻ്റ് കെയർ, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സോ കരിയർ ഓപ്പർച്യൂണിറ്റി എവിടെയാണ്? ഇൻഡസ്ട്രിയിൽ, അക്കാഡമിക്കിൽ, ഹോസ്പിറ്റലിൽ, റെഗുലേറ്ററി അഫയേഴ്സ് ആൻഡ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഈ സാധനം നമുക്ക് വരാൻ പോകുന്ന സാധനമാണ്, അപ്കമിങ് ആണ്. റെഗുലേറ്ററി അഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അത്ര അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ സെമസ്റ്റർ വന്നതിന് ശേഷം റെഗുലേറ്ററി അഫയേഴ്സ് അറിയാം, കാരണം നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട്. കാരണം ഫാർമസിക്ക് തന്നെ അതിൻ്റെ നിയമമുണ്ട്, ഈ ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റിംഗ് ആൻഡ് മാനേജ്മെന്റ്. ഓക്കെ, സോ ഒരു കാര്യം പറയാം, ചില ആൾക്കാർ ഫാർമസി ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതുവഴി കഴിഞ്ഞു, പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു. പിന്നെ ചില ആൾക്കാർക്ക് ഫാർമസി ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഫാർമസി പ്രൊഫഷനെ അപ്ഹീൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് നമ്മുടെ ചുറ്റുപാട്. അതിനു വേണ്ടി തന്നെ നമ്മൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ചെല്ലുന്ന സമയത്ത് ഫാർമസി കൗൺസിൽ തന്നെ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ ഈ എക്സ്പീരിയൻസിന്റെ പരമായിട്ടും ഗവൺമെന്റ് ഫാർമസിസ്റ്റുകൾ വേറൊരു ചേരി, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് കാണാറുണ്ട്. കാരണം ഞാൻ ഫാർമസി കഴിഞ്ഞ സമയത്ത് എനിക്കിതുപോലെ ഇങ്ങനെ ഫാർമസി കൗൺസിലിൽ പല ഗ്രൂപ്പുകളോട് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത് അവിടെ തന്നെ ഗവൺമെന്റ് ഫാർമസിസ്റ്റുകൾ ഒരു തരം, പിന്നെ ഇടത് ഫാർമസിസ്റ്റ് ഒരു തരം, വലത് ഭാഗം ഒരു തരം, പിന്നെ എല്ലാത്തിലും നിൽക്കുന്ന കുറെ പേര്, അങ്ങനെ പല കാറ്റഗറി കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഫാർമസി പ്രൊഫഷനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ ഞാൻ നിങ്ങളെ ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കുന്നു. ഇത് ഞാൻ എൻ്റെ ഫാർമസി പ്രൊഫഷനോട് ഞാൻ കാണിക്കുന്ന കൂറ. എനിക്ക് വേണമെങ്കിൽ സൈക്കോളജിയിൽ ക്ലാസ് കൊടുക്കാം, കാരണം എൻ്റെ PG സൈക്കോളജി ഉണ്ട്, വേണമെങ്കിൽ എനിക്ക് ക്ലാസ് കൊടുക്കാം. ഞാൻ കൊടുക്കുന്നില്ല, പകരം ഫാർമസിക്ക് കൊടുക്കുന്ന കാര്യം എനിക്ക് ഫാർമസിയിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഇപ്പൊ ഏത് ടോപ്പിക്ക് പഠിപ്പിക്കാൻ നിന്നാലും ഞാൻ പഠിപ്പിക്കും, അത് എൻ്റെ കോൺഫിഡൻസ് ആണ്. അതുപോലെ തന്നെയാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ഫാർമസിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഭാവിയിൽ എല്ലാവരും അംഗീകരിക്കുന്നത് പോലെ നമ്മളെയും അംഗീകരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. സോ കരിയർ പ്രോസ്പെക്ട്. സോ ഫാർമസിയിൽ പറയുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് ഗ്ലോബൽ ഡിമാൻഡ് ഉണ്ട്. ഗ്ലോബൽ ഡിമാൻഡ് നമുക്ക് എന്തായാലും ഉണ്ട് കേട്ടോ, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്ത്യൻ ഡിമാൻഡ് കുറവാണ്. നിങ്ങൾ അറിയാം, ഫാർമസി കഴിഞ്ഞ ആൾക്കാർ കൂടുതലും ഗവൺമെന്റ് ഫാർമസിസ്റ്റ് ആവുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. റീസൺ വൈ എന്നുള്ളത് അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല മക്കളെ എന്ന് പറയുന്ന പോലെയാണ്. സോ ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ്, ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ്. സോ ഇതൊക്കെ നിങ്ങൾ വായിച്ചു പോയാൽ മതി. ഞാനിത് കൂടുതൽ പറഞ്ഞ് ലോങ് ഡ്യൂറേഷൻ ഓഫ് ക്ലാസ് ആക്കുന്നില്ല കേട്ടോ. അത് ഏത് ഫാർമസിസ്റ്റ് ആണ്, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ഒഴികെ ബാക്കി 2 ഫാർമസിസ്റ്റിനും മരുന്ന് സ്റ്റോർ ചെയ്യുക, ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ ലേബലിംഗ്, അല്ലെങ്കിൽ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻസിന് മരുന്ന് കൊടുക്കുക, പേഷ്യന്റിന് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, കൗൺസിൽ ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണെങ്കിൽ ഡ്രഗ് തെറാപ്പി മാനേജ്മെന്റും പേഷ്യന്റിന് ഡ്രഗ് തെറാപ്പി ഔട്ട്കം കൂടുതൽ എങ്ങനെ എഫിഷ്യന്റ് ആക്കാം എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. സോ ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പോൾ ഫാർമസിസ്റ്റുകൾ തന്നെ, പിന്നെ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, ഫാർമഡിക്കാർ മാത്രമാണ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, ബിഫാംകാർ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് അല്ല, ഡിഫാംകാർ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് അല്ല, അങ്ങനെയല്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ക്ലിനിക്കൽ ഫാർമസിയിൽ വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് പ്രോപ്പർ നോളജ് ഉണ്ട്, പ്രോപ്പർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് വർക്ക് ചെയ്യാം. ഇപ്പം ഡിഫാം ആണെങ്കിൽ ഡിസ്പെൻസിങ് ഫാർമസിസ്റ്റ് എന്നും, ബിഫാം ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫാർമസിസ്റ്റ് എന്നും, പിന്നെ ഫാർമഡി ആണെങ്കിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്നും നമ്മൾ ഓൾറെഡി ട്രഡീഷണലി പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ആക്ച്വലി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്രൊഫഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാം. പക്ഷെ ഡിഫാം കഴിഞ്ഞവർക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മളെ ബിഫാം പോലെയോ അല്ലെങ്കിൽ ഫാർമഡി പോലെയോ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് ലിമിറ്റേഷൻ നമുക്കുണ്ട്. ഇൻഡസ്ട്രിയൽ റോൾ ആണെങ്കിൽ നമുക്കറിയില്ല, മാനുഫാക്ചറിങ്, ഡ്രഗ് മാനുഫാക്ചറിങ് ഒരുപാട് ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഫാർമസി ഗ്രാജുവേറ്റ്സ്, അത് ബിഫാം, ഇൻഡസ്ട്രിയൽ ഫാർമസിസ്റ്റ് ആണ് ഇവിടെ കൂടുതലായിട്ട് പങ്കുവഹിക്കുന്നത്. പിന്നെ ക്വാളിറ്റി കൺട്രോൾ, ടെസ്റ്റുകൾ. ഇപ്പം ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുമ്പോൾ, ഇപ്പം എക്സാമ്പിൾ നമ്മളൊരു സാധനത്തിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കുന്നു. ക്വാളിറ്റി നോക്കുമ്പോൾ എങ്ങനെയാണ്? ഇപ്പം എക്സാമ്പിൾ നിങ്ങളൊരു ബിരിയാണി വാങ്ങി, നിങ്ങൾ എങ്ങനെയാണ് ബിരിയാണിയുടെ ക്വാളിറ്റി നോക്കുക? നിങ്ങൾ എന്ത് നോക്കും? ക്വാണ്ടിറ്റി ഉണ്ടോ നോക്കും. എന്ത് നോക്കുക? ക്വാണ്ടിറ്റി ഉണ്ടോ നോക്കും. പിന്നെന്ത് ചെയ്യും? നിങ്ങളതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ നോക്കും, അല്ലേ? ക്വാളിറ്റിയും ക്വാണ്ടിറ്റി നോക്കും. അതേ പരിപാടി തന്നെയാണ്. സോ ഫസ്റ്റ് വൺ ഇസ് QC.
അതായത് സേഫ്റ്റി എഫിക്കസി, ഇത് കഴിക്കാവോ, ഇത് ചെയ്യാവോ എന്നുള്ള കാര്യം. പിന്നെ QA, അതായത് ഇവിടെ നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കംപ്ലൈ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സ്റ്റാൻഡേർഡ്സുമായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ടോ. അപ്പോൾ QCയും QA ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ക്വാളിറ്റി അഷ്വറൻസും ക്വാളിറ്റി കൺട്രോളും അല്ലേ ഈ പരിപാടി. ഓക്കെ അല്ലേ. പിന്നെ പാക്ക് ചെയ്യുക, സേഫ് ആയിട്ട് പാക്ക് ചെയ്യുക, സെയിൽ ചെയ്യുന്നത് മാർക്കറ്റ് ചെയ്യുന്നതെല്ലാം പ്രോപ്പർ ആണോ, പ്രൊഫഷണലി ആണോ, അല്ലെങ്കിൽ എല്ലാവർക്കും അവൈലബിൾ ആക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ റെഗുലേറ്ററി അഫയേഴ്സ്, ഞാൻ പറഞ്ഞതുപോലെ അപ്രൂവൽ, കോംപ്ലിക്കേഷൻസ്, ലേബലിംഗ് ആക്യുറസി, കോർഡിനേഷൻ ഓഫ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഡ്രഗ് ലൈസൻസിങ്. സോ ഡ്രഗ് ലൈസൻസ്, നമുക്കൊരു ഡ്രഗ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഡ്രഗ് മാനുഫാക്ചർ ചെയ്യണം, ഡ്രഗ് കൊമേഴ്സ്യലൈസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് വേണം, ലൈസൻസിങ് വേണം. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കോർഡിനേഷൻ. പിന്നെ ഫാർമക്കോവിജിലൻസ്, ഇത് പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ്. ഒരു മരുന്ന് ഉണ്ടാക്കി അത് മാനുഫാക്ചർ ചെയ്ത് ഒരു കുപ്പിക്കകത്താക്കി ഒരു പേഷ്യന്റെ കയ്യിൽ വിറ്റു എന്നുള്ളത് വരെയല്ല, അതിനുശേഷമുള്ള സ്റ്റഡീസിനും നമുക്ക് ഒരുപാട് യൂസ്ഫുൾനെസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഫാർമക്കോവിജിലൻസ് പറയാം. ഈ ഇടയ്ക്ക് റാൻഡാക്ക് നിർത്തി ക്യാൻസർ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഈ പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസുമായി ബന്ധപ്പെട്ടാണ്. അവിടെയാണ് ഡ്രഗ് സേഫ്റ്റി ഒക്കെ നമ്മൾ നോക്കുന്നത്. ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്, നിങ്ങൾക്ക് ചുമ്മാ വായിച്ചാൽ മനസ്സിലാകാൻ പറ്റും. ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്ത് ടൈം കളയുന്നില്ല. ഇനി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഇത് ഓൾറെഡി ഞാൻ പറയണ്ടല്ലോ. സോ പുതിയ മരുന്നുകൾ ഡെവലപ്പ് ചെയ്യുക, പിന്നെ ക്ലിനിക്കൽ ട്രയൽസുകൾ നടത്തുക. ഇപ്പൊ എക്സാമ്പിൾ, ഒരു മരുന്ന് എനിക്ക് ഉണ്ടാക്കണം. മരുന്ന് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് വെറുതെ ഉണ്ടാക്കി മാർക്കറ്റ് വിൽക്കാൻ പറ്റില്ല. അവിടെ ക്ലിനിക്കൽ ട്രയൽ 0, 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് പല ഫേസിലൂടെ കടന്നു പോകും. അങ്ങനെ മൃഗങ്ങളിൽ നിന്ന്, ആനിമൽസിൽ നിന്ന് ഹ്യൂമൻ സ്റ്റഡി വരെ എത്തി നിന്ന് ഈ അപ്രൂവൽ കിട്ടിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മരുന്ന് അല്ലെങ്കിൽ മെഡിസിൻ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സെയിൽ ചെയ്യുള്ളൂ. അപ്പൊ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലാണ്. പിന്നെ അതർ കരിയേഴ്സ്, ഗവൺമെന്റ് ജോബ്, റെയിൽവേ, ആർമി, നേവിയിലൊക്കെ കിട്ടും. ബിസിനസ് നടത്താം, അക്കാഡമിക് ആകാം, കൺസൾട്ടൻസി, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, ഹെൽത്ത് ഓർഗനൈസേഷൻ, ഗവൺമെന്റ് ഏജൻസിക്കൊക്കെ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ആയിട്ടും അല്ലെങ്കിൽ റെഗുലേറ്ററി അഫയേഴ്സ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരുപാട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉള്ളവരാണെങ്കിൽ ചുമ്മാ എഴുതി വിട്ടോ. ഞാനൊക്കെ ആണെങ്കിൽ ഒന്നും വായിക്കാൻ നിൽക്കില്ല, ചുമ്മാ എഴുതി പോകും, ക്ലാസ് പോലും കേൾക്കാൻ നിൽക്കില്ല. പിന്നെ ക്ലിനിക്കൽ റിസർച്ച്, സോ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. പിന്നെ എന്റർപ്രണർഷിപ്പ് ആണ്. ഇവിടെ ബേസിക്കലി നിങ്ങൾക്ക് ഹെൽത്ത് കെയർ റിലേറ്റഡ് വെഞ്ചേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഹയർ സ്റ്റഡീസ്, സോ MPharm, PhD സ്പെഷ്യലൈസേഷൻ സർട്ടിഫിക്കേഷനിൽ ഇപ്പം റിസർച്ച് അക്കാഡമി, അതൊക്കെ റിപ്പീറ്റിംഗ് ആണ്, കുറേയൊക്കെ റിപ്പീറ്റിംഗ് ആണ്, വെറുതെ വായിക്കുന്നില്ല. സോ ഇതൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഫാർമസി ആസ് എ പ്രൊഫഷൻ എന്താന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഒരു ക്ലിയർ ഐഡിയ വേണമല്ലോ. ആ ഒരു ഐഡിയ തന്നിട്ടുണ്ട്. ആ ഒരു ഐഡിയ വെച്ച് നിങ്ങൾ വായിക്കുക, എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് 10 മാർക്കുള്ള സംഭവമുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പോസ്റ്റ് വേണമെങ്കിൽ വായിച്ചോളൂ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ, നിങ്ങളും വെള്ളം കുടിക്കുക. സോ നമുക്കിനി കുറച്ചേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഫാർമക്കോപ്പിയും കൂടെ ഉള്ളൂ. സോ ഓൾറെഡി നമ്മൾ ഫാർമക്കോപ്പി ഒരു ക്ലാസ് പഠിച്ചിട്ടുണ്ട്. സോ മോണോഗ്രാമൊക്കെ ഞാൻ കൂടുതൽ ഡിഫൈൻ ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇത് സ്യൂട്ടിക്സിലൊക്കെ. കുഴപ്പമില്ല, എന്നാലും ഇവിടെ നിന്ന് പറയാം. ഫാർമക്കോപ്പിയ. സോ എന്താണ് ഫാർമക്കോപ്പിയ? ഞാൻ പറഞ്ഞു, ഫാർമക്കോപ്പി നമ്മളെ ക്ലാസ് നല്ലപോലെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ അധികം ഒന്നും ഡിസ്ക്രൈബ് ചെയ്യില്ല, ജസ്റ്റ് പറഞ്ഞു പോയുള്ളൂ. ഫാർമക്കോപ്പി ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഫാർമക്കോൺ മീൻസ് ഡ്രഗ്, കോപ്പിയ മീൻസ് മേക്ക്, അതായത് ഒരു ഡ്രഗ് എങ്ങനെ മേക്ക് ചെയ്യണം എന്നതാണ്. സോ ഫാർമക്കോപ്പിയ ഒരു ലീഗൽ ആയിട്ടുള്ള ഒഫീഷ്യൽ ബുക്കാണ്. അതായത് ഒരു ഗവൺമെന്റ് അതോറിറ്റീസ് ഉണ്ടാക്കുന്ന സാധനം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആരുടെ അണ്ടറിൽ ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു മെഡിസിൻ ഒരു ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസ് എങ്ങനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഫോർമുലേഷൻ എങ്ങനെ ഉണ്ടാവണം, ക്വാളിറ്റി എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും എപ്പോഴും ആ ബുക്കിൽ ഉണ്ടാവുക. നമ്മളൊരു ബൈബിൾ, ഖുറാൻ, രാമായണം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഒഫീഷ്യൽ ബുക്ക്, നമ്മുടെ ഫാർമസിക്ക് വേണ്ടി ഒരു ഒഫീഷ്യൽ ബൈബിൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബുക്കാണ്. അതിനകത്ത് എല്ലാം ഉണ്ടാവും. അത് ഫസ്റ്റ് വൺ ഇസ് മോണോഗ്രാം. ഈ ഒരു കാര്യം നിങ്ങൾ പഠിക്കണം. ബാക്കിയുള്ള ഈ ടൈം ലൈൻസുകളും ഇന്ത്യൻ ഫാർമക്കോപ്പിയ ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് എവിടെ പഠിക്കാം? ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സ്യൂട്ടിക്സിൽ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ് കണ്ടാൽ മതിയായിരിക്കും. സോ മോണോഗ്രാമിനത് എന്തൊക്കെ ഉണ്ടായിരിക്കും, ഈ മോണോഗ്രാം എന്താന്നുള്ളത് മാത്രം ഞാൻ ആ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾക്ക് വലിയ സംഭവമല്ല. മോണോഗ്രാം മീൻസ് ഓരോ ഇൻഡിവിജ്വൽ ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസ് എങ്ങനെ ഉണ്ടാവണം, അവിടെ കെമിക്കൽ കമ്പോസിഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടി, മാനുഫാക്ചറിങ് മെത്തേഡ്, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്, ഡോസേജ്, ഇങ്ങനെ ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ, ഒരു ഇന്ത്യൻ മോണോഗ്രാം ആണെങ്കിൽ അതിന്റെ മോളിക്കുലർ വെയിറ്റ് കാര്യങ്ങൾ, ഒരു ഡ്രഗിന്റെ ടെസ്റ്റുകൾ, ഐഡന്റിഫിക്കേഷൻസ്, അതിന്റെ മോളിക്കുലർ വെയിറ്റ്, അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിവരിച്ചിട്ടുണ്ടായിരിക്കും. അത് തന്നെ നമ്മളെല്ലാം ഫോളോ ചെയ്യേണ്ടത്.
നമുക്ക് ജനറൽ ചാപ്റ്റർ ഉണ്ട്. അതായത് നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ ടോപ്പിക് ലൈക്ക് ഡോസേജ് ഫോം, ഫാർമസ്യൂട്ടിക്കൽ എക്സിപ്പിയൻസ്, ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയർ. ഡോസേജ് ഫോം എന്താണ്? ഇപ്പം നമുക്കറിയാം, നമുക്ക് പല തരത്തിലുള്ള ഡോസേജ് ഫോം, ടാബ്ലറ്റ്, ക്യാപ്സൂൾ, ഇഞ്ചക്ഷൻ, അതാണ് ഡോസേജ് ഫോം. ഓക്കെ. ഇനി ഫാർമസ്യൂട്ടിക്കൽ എക്സിപ്പിയൻസ്, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്. ഇപ്പം നമ്മളിപ്പോൾ എക്സാമ്പിൾ പുട്ടുണ്ടാക്കുവാണ്. പുട്ടുണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുക? പുട്ടിനുള്ള മാവ്, ഗോതമ്പ് എടുക്കുന്നു, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? തേങ്ങ ചേർക്കുന്നു. ഗോതമ്പും തേങ്ങയും മേജർ ഇൻഗ്രീഡിയൻറ്റ്, ഉപ്പും മേജർ ഇൻഗ്രീഡിയൻറ്റ്. ഇതിൽ മേജർ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നറിയോ? വെള്ളം നമ്മൾ മേജർ ഇൻഗ്രീഡിയൻറ്റ്. വെള്ളം നമ്മൾ കുഴയ്ക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുണ്ട്. വെള്ളത്തിന് ടേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ വെള്ളത്തിന് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് കുഴയ്ക്കാൻ വേണ്ടി കിട്ടാനാണ്. പിന്നെ നമ്മൾ പുട്ടിന് ആവി കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറേ വെള്ളം നിരാവി പോകും, കുറേ വെള്ളം നമ്മൾ കയറി സെറ്റിട്ട് വരും അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് പരിപാടി. അപ്പം വെള്ളമാണ് അവിടെ ഇനാക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അതേപോലെ നമ്മൾ ലാക്ടോസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇനി ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയർ ആണ്. ബേസിക്കലി നമുക്ക് സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗ്സ് ആണ്, മൈക്രോബിയൽ ലിമിറ്റ്സുകളൊക്കെ അറിയുന്നതാണ്. പിന്നെ റെഫറൻസ് സ്റ്റാൻഡേർഡ്സ് ആണ്. നമുക്ക് എന്തെങ്കിലും ചില സമയത്ത് ചില ടെസ്റ്റ് അല്ലെങ്കിൽ ഡ്രഗിന്റെ ക്വാളിറ്റിക്കൊക്കെ നമ്മൾ ചില ബെഞ്ച് മാർക്ക് വെക്കും, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് എങ്ങനെ കാലിബ്രേറ്റ് ചെയ്യണം, അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട്സ് വെരിഫൈ ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റെഫറൻസ് സ്റ്റാൻഡേർഡ്. അതിപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കാൻ ഒരു മെഷീനിൽ അതിൻ്റെ വാല്യൂ എപ്പോഴും -0.2 നിൽക്കാൻ പാടുള്ളൂ എന്ന് പറയും. അത് റെഫറൻസ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ നമ്മൾ നോക്കും, ഇത് -2.02 നിൽക്കുന്നുണ്ടോ? ഓക്കെ, നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ റെഫറൻസ് സ്റ്റാൻഡേർഡ് കംപ്ലൈ ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി കൺട്രോൾ പ്രൊസീജിയേഴ്സ്, ഐഡന്റിഫിക്കേഷൻ, പ്യൂരിറ്റി, പൊട്ടൻസി, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ. പിന്നെ ഡോസേജ് ഫോം, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ ലേബലിങ്ങും സ്റ്റോറേജ് റിക്വയർമെന്റും, നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യണം. ടാബ്ലറ്റും ക്രീമും ഇഞ്ചക്ഷനും ഒരുപോലെയാണ് സ്റ്റോർ ചെയ്യാൻ? അല്ല. ഇനി കോമ്പൻറ്റിയ. Books contain standard of drug and related substances. So type of compendia ഉണ്ട്, official compendia and non-official compendia. അതായത് നമുക്ക് ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഈ ഡ്രഗുകളും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ അടങ്ങിയ ബുക്കിനെയാണ് നമ്മൾ കോമ്പൻഡിയ പറയുക. സോ ആക്ച്വലി നമ്മളെ കോമ്പൻഡിയ ഏതാണ്? ഇന്ത്യൻ ഫാർമക്കോപ്പിയ ഒരു കോമ്പൻഡിയാണ്. അത് ഒഫീഷ്യൽ കോമ്പൻഡിയാണ്. എന്നാൽ നോൺ ഒഫീഷ്യൽ കോമ്പൻഡിയ ഉണ്ട്. അത് നമ്മൾ മെർക്ക് ഇൻഡെക്സ്, എക്സ്ട്രാ ഫാർമക്കോപ്പിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എക്സ്ട്രാ ഫാർമക്കോപ്പിയ എന്ന് എടുത്ത് സിലബസിൽ പറയുന്നുണ്ട്, അത് പഠിക്കാനും ഉണ്ട് കേട്ടോ. ഇനി ഹിസ്റ്ററി ഓഫ് ഫാർമക്കോപ്പിയ. സോ നമുക്കറിയാം, ഫാർമക്കോപ്പിയയിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഈ ഒരു കാര്യം, ഈ മേജർ ഓഫ് ഫാർമക്കോപ്പിയുടെ മൈൽ സ്റ്റോൺ ഇല്ലേ, ഇത് നിങ്ങൾ വായിച്ചാൽ മതി. ഇത് ഞാൻ പറയത്തില്ല, ബിക്കോസ് ഇത് നിങ്ങൾ ഓൾറെഡി സ്യൂട്ടിക്സിൽ പഠിക്കുന്നുണ്ട്, ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. സോ ഇന്ത്യൻ ഫാർമക്കോപ്പി ഞാൻ പറയുന്നില്ല. ഇവിടെ നമുക്ക് ആകെപ്പാടെ പറയാനുള്ളത് BN ഘോഷിന്റെ അണ്ടറിൽ ഫസ്റ്റ് എഡിഷൻ വന്നു. ആൻഡ് ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടെ 986 മോണോഗ്രാഫ് ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചോണേ. ബാക്കിയുള്ളതെല്ലാം സെയിം തന്നെ, ഇതിനൊന്നും പറയേണ്ട ആവശ്യമില്ല, സെയിം പഠിപ്പിച്ച കാര്യമാണ്. ഇത് ഇന്ത്യൻ ഫാർമക്കോപ്പിയുടെ പബ്ലിക്കേഷൻ, ഇയർ ഓഫ് പബ്ലിക്കേഷൻസും കാര്യങ്ങളാണ്. പഠിക്കണമെന്ന് നിർബന്ധം. 2018 ആണ് ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചിരുന്നത്. നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. പിന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കാം. ഇങ്ങനെ പഠിക്കണം എന്ന് നിർബന്ധവും ഇല്ല. കണ്ടോ, ഫസ്റ്റ് എഡിഷൻ കഴിഞ്ഞിട്ട് സപ്ലിമെന്റ്സ് വരുന്നുണ്ട്, സെക്കൻഡ് എഡിഷൻ സപ്ലിമെന്റ്സ്, തേർഡ് എഡിഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് അമെന്റ്മെന്റും സെക്കൻഡ് അമെന്റ്മെന്റും ആണ് വരുന്നത്. പിന്നെ അവിടെ സപ്ലിമെന്റ്സ് അല്ല വരുന്നത്. സപ്ലിമെന്റ്സ് എന്താണ്? ചിലപ്പം ഒരു റിവിഷൻ എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യാൻ നമ്മൾ സപ്ലിമെന്റ്സ് എന്ന് പറയാം കേട്ടോ. സോ ഇത് ജസ്റ്റ് നോക്കി വെക്കാം. പിന്നെ വേരിയസ് ഫാർമക്കോപ്പി വിത്ത് ഇയർ ഓഫ് പബ്ലിക്കേഷൻ. സോ നാഷണൽ ഫാർമക്കോപ്പി ഓഫ് UK കാര്യം പറയുന്നുണ്ട്. 2 പാർട്ടുണ്ട്. 1864 എന്ത് UK അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഫാർമക്കോപ്പി ഇറക്കിയിട്ടുള്ളത്. 2 പാർട്ടുണ്ട്. മെറ്റീരിയ മെഡിക്ക ആൻഡ് പ്രിപ്പറേഷൻ ആൻഡ് കോമ്പൗണ്ട്സ്. പാർട്ട് 1 എന്താണ്? മെറ്റീരിയ മെഡിക്ക ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് കോമ്പൗണ്ട്സ് 2 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മേജർ എഡിഷൻസ് കൊടുത്തിട്ടുണ്ട്. പഠിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം നമ്മളുമായി ബന്ധമുള്ള കാര്യമില്ല. പക്ഷെ ബ്രിട്ടീഷ് ഫാർമക്കോപ്പിക്ക് നമുക്കുമായിട്ട് ബന്ധമുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയാൻ പറ്റില്ല. ഇന്ത്യൻ ഫാർമക്കോപ്പിന്റെ അഡോപ്ഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയിൽ നിന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി കളയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ പഠിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. ആ ഫസ്റ്റ് ഇയറും കാര്യങ്ങളും മാത്രം പഠിച്ചു പോയാൽ മതി. USP ഞാൻ ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് എക്സ്ട്രാ ഫാർമക്കോപ്പി മാത്രം പഠിച്ചാൽ മതി. സോ എക്സ്ട്രാ ഫാർമക്കോപ്പി റിട്ടൺ ബൈ വില്യം മാർട്ടിൻഡെയിൽ ആണ്. വില്യം മാർട്ടിൻഡെയിൽ.
സോ കവേഴ്സ് അൺഒഫീഷ്യൽ ഡ്രഗ്, കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻ. അൺഒഫീഷ്യൽ ഡ്രഗുകളും കെമിക്കൽസുകളും ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷനും അടങ്ങിയതാണ് എന്ത് എക്സ്ട്രാ ഫാർമക്കോപ്പിയ. എയിം ടു ഇൻക്ലൂഡ് ഡ്രഗ് ഓഫ് ക്ലിനിക്കൽ ഇൻട്രസ്റ്റ് ഗ്ലോബലി. സോ നമുക്ക് ഗ്ലോബലി ക്ലിനിക്കൽ ഇൻട്രസ്റ്റ് ഉള്ള ഡ്രഗുകൾ മാത്രമാണ് അവിടെ കൂടുതൽ എയിം ചെയ്യുന്നത്. പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓഫ് പേഷ്യന്റ് അറൈവിംഗ് ഫ്രം അബ്രോഡ് ടു ഐഡന്റിഫൈ ദർ എക്സിസ്റ്റിംഗ് മെഡിക്കേഷൻ. സോ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് അവർ ഉപയോഗിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ നമ്മുടെ ഫാർമക്കോപ്പിയിൽ ഉണ്ടാകണം എന്നൊരു നിർബന്ധവും ഇല്ല. ഇപ്പൊ ഇന്ത്യൻ ഫാർമക്കോപ്പിയിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല USA ഉപയോഗിക്കുന്ന ഒരു മരുന്നിന്റെ സാധനം ഉണ്ടാകണമെന്നില്ല, അത് ന്യൂവർ റെജിമെൻ ഡ്രഗ് ആയിരിക്കാം. അപ്പൊ അതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാ ഫാർമക്കോപ്പീസ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതിൽ 6000 ഡ്രഗുകൾ മെഡിസിൻസ് വൈൽഡ് വൈഡായിട്ട് ഉപയോഗിക്കുന്ന 6000 ഡ്രഗ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ 18,000 പ്രൊപ്പറേറ്ററി പ്രിപ്പറേഷൻസും 700 ഡിസീസ് ട്രീറ്റ്മെന്റ് റിവ്യൂസും കൊടുത്തിട്ടുണ്ട്. സോ ഇത് പഠിച്ചു വെക്കാം കേട്ടോ, കാരണം അതിൽ എടുത്ത് പറയുന്നുമുണ്ട്, സിലബസിൽ പറയുന്നുമുണ്ട്. ഇറ്റ്സ് ടു ഇമ്പോർട്ടൻറ്റ് കേട്ടോ, അതുകൊണ്ട് പഠിക്കാതിരിക്കരുത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇത്രയുള്ള എളുപ്പമാണ്. എൻ്റെ തൊണ്ടിലെ കുറേ വെള്ളം പോയി. നിങ്ങൾ പഠിച്ചെനിക്കറിയാം കുറച്ചധികം ബോർഡിക്കും ചാപ്റ്ററാണ്, എനിക്ക് ഇഷ്ടമല്ല ചാപ്റ്റർ, കുറേ വർഷങ്ങളും കാര്യങ്ങളാണ്. പക്ഷെ പഠിക്കാതിരിക്കാൻ നമുക്ക് ഓപ്ഷൻ ഇല്ല. ഞാൻ ക്ലാസ് എടുത്തെങ്കിലും കുറേയൊക്കെ നിങ്ങൾ കേട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ ക്ലാസ് കേട്ട് പഠിക്കുക അല്ലെങ്കിൽ നോട്ട് വെച്ച് പഠിക്കുക, അത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുള്ളൂ. അല്ലാതെ വേറൊരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലില്ല. ഓക്കെ അല്ലേ? സോ തൊണ്ടയൊക്കെ നല്ല വേദനിക്കുന്നു, വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക, വാട്ട് എവർ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ബിക്കോസ് നമ്മുടെ എയിം മാർക്ക് വാങ്ങുക എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി എങ്കിലും അവാർഡ് ചെയ്യുള്ളൂ കേട്ടല്ലോ. അപ്പോൾ എല്ലാം നന്നായിട്ട് വായിക്കുക, പഠിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉള്ള ആൾക്കാർ ഒരു കാരണവശാലും ഈ ക്ലാസ്സുകളൊന്നും സ്കിപ്പ് ചെയ്യരുത്. സോ ഇറ്റ്സ് സൈനിങ് ഓഫ് യുവർ ബിഗ് ബ്രോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.